കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നൂസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 147 സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. റോമാലേഖന പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. 2025 ഫെബ്രുവരി മാസം 15 നമ്മൾ പ്രാർത്ഥിച്ച് ഈ പഠനം ആരംഭിച്ചു. റോമാലേഖനത്തിലേക്ക് കടന്നു. 11 അധ്യായം ചിന്തിക്കുവാൻ കർത്താവ് നമ്മളെ ഇതിനോടകം സഹായിച്ചു. ഏകദേശം 32 ക്ലാസ്സുകളിലായിട്ട് 11 അധ്യായം പഠിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ഇന്ന് നമ്മുടെ അവസാനത്തെ ക്ലാസ് ആണ്, ഈ വർഷത്തിലെ അവസാനത്തെ ക്ലാസ് ആണ്. ഇതിനുശേഷം നമ്മളൊരു ബ്രേക്ക് എടുക്കുകയാണ്. സീസൺ ഹോളിഡേയ്സ്, ന്യൂ ഇയർ ഹോളിഡേയ്സ് ഒക്കെ വരുന്നല്ലോ, അത് കാരണം ഒരു ബ്രേക്ക് എടുക്കുകയാണ്. ഞാനും ഔട്ട് ഓഫ് കൺട്രി ആയിരിക്കും. തിരിച്ചു വന്നതിന് ശേഷം ജനുവരി 24 ഈ പഠനം കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. ഏകദേശം ഒരു 8 to 10 ക്ലാസ്സസ് മോർ, ഒരു 8-10 ക്ലാസ്സുകൾ കൂടി ഇതിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. 12 അധ്യായം മുതൽ 16 അധ്യായം വരെ. ബൈ എൻഡ് ഓഫ് മാർച്ച്, ബൈ ഏർലി ഏപ്രിൽ ഇത് പഠിച്ച് തീർക്കുവാനായിട്ട് കഴിയുമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഇതിൽ നിന്നുള്ളൊരു ടെസ്റ്റും അതിൻ്റെ മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. റോമാലേഖന പഠനത്തിന് ശേഷം അടുത്ത ഒരു പുസ്തകത്തിലേക്ക്, അടുത്തൊരു ബുക്കിന്റെ പഠനത്തിലേക്ക് കിടക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. ഇത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമായതുകൊണ്ട് അല്പസമയം കൂടുതലെടുത്താണ് നമ്മൾ ഇത് ചിന്തിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുവാനും മനസ്സിലായത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഒക്കെ കർത്താവ് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വിഷയത്തിലേക്ക് കടക്കുകയും 11 അധ്യായം ചിന്തിച്ച് തീർക്കുകയും വേണം. എന്നാൽ അതിനു മുൻപായിട്ട് 2 കാര്യങ്ങളൊന്ന് ഓർപ്പിച്ച് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ജനുവരി മാസം 6, 7, 8 തീയതികളിൽ ക്രമീകരിച്ചിരിക്കുന്ന റൈറ്റ് ഡിവിഷൻ സെമിനാർ കോട്ടയത്ത് കാരിത്താസിലെ കാസ മരിയ സെന്ററിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ ബൈബിൾ ക്ലാസ്, ബൈബിൾ സെമിനാർ 2, ഇത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നിങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുക. ഇത് റെസിഡൻഷ്യൽ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമാണ്. അവിടെ വെച്ച് നമുക്ക് ഈ ക്ലാസ്സുകൾ നടക്കുകയാണ്. പ്രധാനമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത്, ഇതിന്റെ തീം എന്ന് പറയുന്നത് ഓൺ വാട്ട് വി സ്റ്റാൻഡ്, അതായത് നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ നല്ല ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്തായിരിക്കണമായിരുന്നു. ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്കിന്ന് അനേക ഉപദേശങ്ങൾ, അതിൽ വന്നുപോയിരിക്കുന്ന പാളിച്ചകൾ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ വചനത്തിന്റെ വെളിച്ചത്തിൽ ഈ കാര്യങ്ങളെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കവർ ചെയ്യുന്നത് 7 വിഷയങ്ങളാണ്. ഇതിലും കൂടുതൽ വിഷയങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ 3 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന മെയിൻ ടോപ്പിക്കുകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതായത് ദ ഗോസ്പൽ, എന്താണ് നമ്മുടെ സുവിശേഷം ഉള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ആഴമായിട്ട് ചിന്തിക്കും. സാൽവേഷൻ, എന്താണ് നമ്മുടെ രക്ഷാ പദ്ധതി, എങ്ങനെയാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്, നാം ആരായിരുന്നു, രക്ഷ എന്തിനാണ് ആവശ്യമായിരുന്നത്, എങ്ങനെ ലഭിക്കുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കും. 3 ബോൺ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൽ ജനിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കും. അതിനുശേഷം ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. വോക്ക് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. നമ്മുടെ ദൈനംദിന ജീവിതം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ മരണത്തോളം, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നിടത്തോളം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. വോക്ക് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്. 6 പ്രീ ട്രിബുലേഷൻ റാപ്ചർ, ഇവിടെ നമ്മൾ ചേർക്കപ്പെടുന്നതിനെ കുറിച്ച് പഠിക്കും. 7 ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, നമ്മളിവിടെ ചെയ്തതിനെയൊക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ചും ദ എറ്റേണൽ ഹെവൻലി അബോർഡ്, നമ്മുടെ സ്വർഗീയ നിത്യവാസത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കും. ഇത്രയും കാര്യങ്ങൾ വളരെ അടിസ്ഥാനപരമായ, ഒരു ക്രിസ്തീയ വിശ്വാസത്തിന് അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതുവർഷത്തിലേക്ക് കടക്കുവാൻ ഞാൻ നിങ്ങളെ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. സൗകര്യമുള്ളവരൊക്കെ 6, 7, 8 ജനുവരി തീയതികളിൽ ഈ സ്ഥലത്തേക്ക് വരുവാനും വന്ന് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുവാനും, റെസിഡൻഷ്യൽ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് അവിടെ താമസിച്ച് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുവാനും, നിങ്ങൾക്ക് ഒരു പുതിയ സംവത്സരത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് കടക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ്. അതിൽ പങ്കെടുക്കുവാൻ, വന്നു ചേരുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇതിന് ബുക്ക് ചെയ്യുവാൻ ആരും ഇതുവരെ നിങ്ങൾ ബുക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ബ്രദർ സിബി എലന്തൂർ, ബ്രദർ എൽദോ വർഗീസ്, ഡോക്ടർ ചെറിയാൻ കുര്യൻ,
ഈ സഹോദരങ്ങളെ ബന്ധപ്പെടുവാൻ അവരുടെ നമ്പേഴ്സ് ഞാൻ ഈ ഡിസ്പ്ലേ ചെയ്യുന്നത് അവരുടെ നമ്പേഴ്സാണ്, മൊബൈൽ നമ്പേഴ്സാണ്. അതിൽ വിളിക്കുവാൻ, ബന്ധപ്പെടുവാൻ, അവരുമായിട്ട് അവരോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ അഡ്മിഷൻ, നിങ്ങളുടെ പൊസിഷൻ ഒക്കെ ഉറപ്പാക്കുവാനായിട്ട് ഞാൻ വിനീതമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ചില ദിവസങ്ങളായിരിക്കും. ഫൗണ്ടേഷണൽ ഡോക്ട്രിൻ ഓഫ് ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അടിസ്ഥാന പ്രമാണം എന്താണ്? നാം ഇന്ന് ആ സഭയുടെ ഭാഗമാണ്. അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 10-65 വർഷം അല്ലെങ്കിൽ 80 വർഷം ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചതിൽ ഒരർത്ഥവും ഇല്ലാതെ പോകും. അതെന്താണെന്ന് വാസ്തവമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പാരമ്പര്യമായിട്ട് നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ചില വസ്തുതകളുണ്ട്. അങ്ങനെ പാരമ്പര്യമായിട്ട് പലതും പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് എഴുതി തള്ളുവാൻ കഴിയുന്ന രീതിയിൽ അതിൽ ഒത്തിരിയും പാരമ്പര്യമായിട്ട് വന്ന ഒത്തിരിയും കാര്യങ്ങൾ ശരിയല്ല എന്ന് നമുക്ക് തെളിയിക്കുവാനായിട്ട് കഴിയും. വിശേഷാൽ ബൈബിൾ എന്താണെന്നും ബൈബിളിനെ കുറിച്ച് വേണ്ടത്ര പരിജ്ഞാനം ഇല്ലാത്തപ്പോൾ ഉണ്ടായിരുന്ന പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അതിന് പ്രകാരം നമ്മൾ പോകുന്നു. എന്നാൽ നമ്മുടെ മൂക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം, നമുക്ക് തലയ്ക്ക് സുബോധമുള്ള കാലത്ത് ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുവാനും പഠിക്കുവാനും നമുക്ക് ലഭിക്കുന്ന ഒരു സുവർണ അവസരമാണിത്. അതിനെ തക്കത്തിൽ ഉപയോഗിക്കുവാൻ ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം 100ഓളം പേർ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, അവിടുത്തെ അക്കോമഡേഷനും സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയായിട്ട്. എന്നാൽ മറ്റുള്ളവരും കടന്നു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം വിടുന്നു. രണ്ടാമതായിട്ട്, ജനുവരി മാസത്തിൽ എറണാകുളത്തൊരു സഭാ കൂടിവരവായിട്ട് നമ്മൾ കൂടി വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിന്റെ സ്ഥല സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളെ വാട്സാപ്പിൽ കൂടിയും മറ്റ് എൽദോ ബ്രദറിന്റെ വീഡിയോ, അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ കൂടിയൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എറണാകുളം കേന്ദ്രമായിട്ടുള്ളവരൊക്കെ അതിൽ വന്ന് സംബന്ധിക്കുവാൻ ഇതേ നമ്പറിൽ തന്നെ, ഞാൻ ഈ പ്രൊജക്ട് ചെയ്ത ഇതേ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൽദോ വർഗീസ് ബ്രദറിനെയും ഡോക്ടർ ചെറിയാൻ കുര്യനെയും ആ വിഷയത്തിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്ന് ആരാധന ആരംഭിക്കുന്നു, എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതിനായിട്ട് വീണ്ടും പ്രാർത്ഥിക്കുവാനും ആ ദേശത്ത് ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടുവാനും കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് വിശേഷാൽ പ്രാർത്ഥനയിൽ ഓർക്കുവാനായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. മൂന്നാമത്, ഈ വർഷത്തിലെ അവസാനത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കുന്നത്. ജനുവരി 24 തീയതി 2026 ജനുവരി 24 തീയതി ദൈവഹിതമായാൽ നമുക്ക് കൂടി വരികയും വീണ്ടും ഈ ക്ലാസ് പുനരാരംഭിക്കുകയും ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുവരെ എല്ലാവരും ഈ വചനത്തിൽ ഉറയ്ക്കുവാനും ഈ മനസ്സിലാക്കിയ സത്യങ്ങൾ മറ്റുള്ളവരോട് പങ്കിടുവാനും ഒക്കെ സാവകാശത്തെ കണ്ടെത്തുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. റോമൻസ് 11, റോമാലേഖനം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമ്മൾ ഇതുവരെ ചിന്തിച്ചു നിർത്തിയത് അതിന്റെ 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. 11-ാം അധ്യായത്തിന്റെ 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു നിർത്തിയത്. അവിടെ ഒരു ഒലിവ് മരത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ കണ്ടു. ആ ഒലിവ് മരം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതിനെ ഞാൻ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തു വിട്ടതേ ഉള്ളൂ. ഇന്ന് നമ്മൾ അല്പം കൂടെ അതിനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. അതിനുശേഷം ഈ അധ്യായത്തിന്റെ ബാക്കി ഭാഗങ്ങളും ചിന്തിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒലിവ് മരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിൽ അനേക തെറ്റുകളിൽ ചെന്ന് ചേരുവാനായിട്ട് കഴിയും. ഇന്ന് ക്രിസ്ത്യൻഡത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അപജയം എന്ന് പറയുന്നത് ഈ ഒലിവ് മരത്തെ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നതാണ്. എൻ്റെ ഒരു എപ്പിസോഡിൽ ഞാൻ എല്ലാ ദുരുപദേശങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ തെറ്റായ പഠിപ്പിക്കലുകളുടെയും മാതാവ് എന്ന് പറഞ്ഞിട്ട് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒലിവ് മരത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ടായിരുന്നു. എപ്പിസോഡ് 64 ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ ഞാൻ ഈ ഒലിവ് മരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഈ വിഷയത്തെ കാണാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ക്രിസ്ത്യാനി ഈ ഒലിവ് മരത്തെ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നതിനാൽ നാം ആയിരുന്ന കാട്ടൊലിവിനെ വെട്ടി ഇസ്രായേലായ നല്ലൊലിവിലോട് ചേർത്തൊട്ടിച്ചു. അങ്ങനെ നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇസ്രായേലിൽ ചേർത്തു. അങ്ങനെ നമ്മളെ ബഡ് ചെയ്ത അതിൻ്റെ അനുഗ്രഹങ്ങൾക്കും അവരുടെ എല്ലാ പ്രമാണങ്ങൾക്കും നമ്മെ ഭാഗവാക്കാക്കി തീർത്തു എന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇസ്രായേലിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിന്റെ അനുഗ്രഹങ്ങളും അവരുടെ പ്രത്യാശയും അവരുടെ വാഗ്ദത്വവും അവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ലഭിച്ചില്ല. അവരെ വെട്ടിക്കളഞ്ഞു, നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്ത് ചേർത്തു. അങ്ങനെ ആ അനുഗ്രഹം നമുക്ക് ലഭിച്ചു എന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇതൊരു അതിഭയാനകമായ തെറ്റാണ്.
ഇത് ക്രിസ്ത്യാനിറ്റിയുടെ കടയ്ക്കൽ കത്തിവെക്കുന്നതിന് തുല്യമാണ്. ക്രിസ്ത്യാനിറ്റി എന്താണ്, ഈ പഠിപ്പിക്കുന്നത് എന്താണ്, ഇത് രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഒലിവ് മരത്തെ നമ്മൾ അല്പം കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരല്പം സാവകാശത്തോടെ ഇത് ചിന്തിക്കുവാനായിട്ട് സമയം വേർതിരിക്കുന്നത്. ഈ ഒലിവ് എന്ന് പറയുന്നത് ആക്ച്വലി യഹൂദനെ കാണിക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കിന് യഹൂദനെ കാണിക്കുന്നതാണെന്ന് പറയാം. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക പദ്ധതിയാണ്. ദൈവത്തിന്റെ ഹെവൻലി ബ്ലെസ്സിങ്സിനെ കാണിക്കുന്ന, ദൈവത്തിന്റെ ആ ഒരു ഡിവൈൻ പ്രസൻസിനെ കാണിക്കുന്നത്, ദൈവിക അനുഗ്രഹത്തെ കാണിക്കുന്ന ഒരു കാണിക്കുവാനായിട്ടാണ് ഈ ഒലിവ് മരത്തെ ഉപയോഗിച്ചിരിക്കുന്നത്. യഹൂദൻ എന്നൊരു രാഷ്ട്രത്തെ കാണിക്കുവാനായിട്ട് ദൈവം എപ്പോഴും അത്തിമരത്തെ ഉപയോഗിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കുവാൻ താല്പര്യമുള്ളവർ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ ആ വിവരണങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. സമയം പോകാതിരിക്കാൻ ഞാൻ അതിലേക്കൊന്നും ഇനി കടക്കുന്നില്ല. അത്തിമരത്തെയാണ് യഹൂദനെ കാണിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ യഹൂദന്റെ ആത്മീക അനുഗ്രഹങ്ങളും ആത്മീക നിലവാരവും കാണിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് മുന്തിരി വൃക്ഷത്തെയാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. മുഴുവനും അവരുടെ ആത്മീക അനുഗ്രഹം എന്ന് പറയുമ്പോഴത്തേന് എപ്പോഴും ദൈവം മുന്തിരിയാണ് അതിനു വേണ്ടിയിട്ട് തിരുവചനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ എന്തിനാണ് ഈ ഒലിവ് മരത്തെ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദൈവിക അനുഗ്രഹ പദ്ധതി, ദൈവിക റിഡംറ്റീവ് പ്രോഗ്രാം, ദൈവത്തിന്റെ ആ ഒരു വീണ്ടെടുപ്പ് പദ്ധതിയാണ് ഈ ഒലിവ് മരം എന്ന് പറയുന്നത്. അതിൽ ആദ്യകാലത്ത് യഹൂദൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലെ ഇലയും പൂവും കായും തണ്ടും തായ്തടിയും എല്ലാം യഹൂദനായിരുന്നു. കാര്യം അവരല്ലാതെ വേറൊരാൾക്ക് ആ പദ്ധതിയിൽ വരാൻ പറ്റത്തില്ല. ആർക്കെങ്കിലും വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ യഹൂദ മതാനുസാരിയായിട്ട് മാറണം. ജൂവിഷ് പ്രോസലൈസേഷൻ എന്നൊരു പ്രോസസ്സിൽ കൂടിയേ യഹൂദൻ എന്ന ഒരു ചാനലിൽ കൂടി മാത്രമേ ഈ ബ്ലെസ്സിങ്സിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ആർക്കും അശേര പ്രതിഷ്ഠയെ ആരാധിച്ച് അല്ലെങ്കിൽ ബാൽ വിഗ്രഹത്തെ ആരാധിച്ചിട്ട് ഇതിലേക്ക് വരാൻ പറ്റത്തില്ല. അതിന് ഒരേ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മാർഗത്തിൽ കൂടെ വന്നിരുന്നത് യഹൂദൻ മാത്രമായിരുന്നു. അന്ന് ഈ ഒലിവ് വൃക്ഷത്തിൽ ഉണ്ടായിരുന്നത് യഹൂദൻ മാത്രമാണ്. എന്നാൽ ദൈവം അവരെ വെട്ടിക്കളയുവാനായിട്ടിടയായി. അവർ ദൈവിക മാർഗത്തിൽ നിന്നും വേർപെട്ടു പോയി കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിനെതിരെ കൂടെ അവർ ദൂഷണം പറയേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ ദയ തോന്നാതെ വെട്ടിക്കളയുവാനായിട്ടിടയായി. അങ്ങനെ ആ ഒലിവ് വൃക്ഷത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കൊമ്പുകളെയും വെട്ടിക്കളയുവാനായിട്ടിടയായി. ചുരുക്കം ചില കൊമ്പുകൾ മാത്രം ശേഷിക്കുവാനായിട്ടിടയായി. അത് ഞാനൊരല്പം കൂടെ കഴിയുമ്പോൾ ചില പിക്ചറുകളൊക്കെ കാണിച്ച് അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ലെറ്റ് മീ ഷോ യു നൗ ഇറ്റ് സെൽഫ്. ഓക്കെ, ഒരു സിമ്പിൾ പിക്ചർ കാണിച്ച് ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരുവാനായിട്ട് ശ്രമിക്കാം. ഒരു സെക്കൻഡ്. ദൈവിക രക്ഷ എന്ന ഒലിവ് വൃക്ഷം, ഈ ഒലിവ് വൃക്ഷത്തിനെ ഞാനൊരു 4 പോർഷനായിട്ട് ഇതിൽ കാണിച്ചിരിക്കുക. ദൈവിക രക്ഷ, ഇതേ പിക്ചർ ഞാൻ എൻ്റെ എപ്പിസോഡ് 64 വേണ്ടി ചെയ്തതാണ്. ഇതേ പിക്ചർ തന്നെയാണ് ഞാൻ അതിലും കാണിച്ചിരിക്കുന്നത്. ഇവിടെ വൈൽഡ് ഒലിവ് ആൻഡ് നാച്ചുറൽ ഒലിവ്, അതായത് കാട്ടൊലിവും നല്ലൊലിവും. ഈ ഒലിവ്, ഈ മരം ഒലിവൊന്നുമല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതാണ് ആക്ച്വലി ഒറിജിനലി ദൈവിക രക്ഷാ പദ്ധതിയാകുന്ന ഒലിവ്. ഇതിലുണ്ടായിരുന്നത് രക്ഷിക്കപ്പെട്ട ഇസ്രായേൽ. ഈ യഹൂദൻ മാത്രമേ ഈ 1ാമത്തെ പിക്ചറിൽ ഉണ്ടാവത്തുള്ളൂ. ഇതാണ് ഒലിവ് മരം എന്ന് പറയുന്നത്. ഇത് രക്ഷിക്കപ്പെട്ട ഇസ്രായേൽ മാത്രം. ഇതിൽ വേറൊരു ജാതിയും ഉണ്ടാകാൻ പറ്റത്തില്ല. കാര്യം ഇത് രക്ഷാ പദ്ധതിയാണ്. ഇതിൽ വേറൊരു ജാതിക്കും വരാൻ കഴിയത്തില്ല. 2ാമത്തെ പിക്ചർ കാണിക്കുന്ന രക്ഷയിൽ നിന്ന് വീണുപോയ ഇസ്രായേൽ. ഇത് കണ്ടില്ല, ദൈവം ഇതിനെ വെട്ടിക്കളഞ്ഞിരിക്കുക. വെട്ടി മുഴുവനും കളഞ്ഞു. എന്നാൽ ഒരു ചെറിയൊരു പോർഷൻ മാത്രം ഇതിൽ നിപ്പുണ്ട്. ബാക്കി എല്ലാത്തിനും വെട്ടിക്കളയുവാനായിട്ടിടയായി. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പിതാവിനെതിരെ തിരിയുവാനായിട്ടും പിതാവ് അയച്ച പ്രവാചകന്മാരെ അനുസരിക്കാതെ അവരെ എറിഞ്ഞു കൊല്ലുവാനായിട്ടും, പിതാവ് അയച്ച സ്നാപക യോഹന്നാൻ, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് വന്നു, അവന്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞു. സ്നാപക യോഹന്നാനെ താൻ പറഞ്ഞതൊന്നും അനുസരിക്കുകയോ മഹാപുരോഹിതനും ശാസ്ത്രിമാരും പരീശന്മാരും ഒന്നും തന്നിൽ കൂടി ആ സ്നാനം ഏൽക്കുകയോ മാനസാന്തരപ്പെടുകയോ ചെയ്തില്ല. അങ്ങനെ ദൈവം അവരെ വെട്ടിക്കളയുവാനായിട്ടിടയായി. ഇതെന്നാ വെട്ടിക്കളഞ്ഞത്? ദൈവം ഇവരെ പരിപൂർണമായിട്ട് വെട്ടിക്കളയുന്നു. അതായത് പരിശുദ്ധാത്മാവിനെതിരെ കൂടെ ഇവർ ദൂഷണം പറഞ്ഞ് സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്നതിന് ശേഷം ദൈവം ഇവരെ പൂർണ്ണമായിട്ട് അവരുടെ ദൈവിക പദ്ധതിയിൽ നിന്ന് വെട്ടിക്കളയുകയാണ്. എന്നാൽ ഒരു ചിലരെ മാത്രം അവരിൽ നിന്ന് വീണ്ടെടുത്ത ചിലർ ഗ്രൂപ്പ് മാത്രമുണ്ട്. അവരെ ദൈവം ഈ ഒലിവ് വൃക്ഷത്തിൽ നിർത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം ഈ പല നിറത്തിൽ കാണുന്നത് പല ജാതി, മത, ഭാഷ ഉള്ള ജാതികളാണ്. ഇവർക്കൊന്നും ഈ മരത്തിൽ വരാൻ യാതൊരു വിളിയും ഉണ്ടായിരുന്നവരല്ല. ഈ പല കളറുകൾ ഞാൻ കാണിച്ചിരിക്കുന്നത് പല ജാതി, മത, വർണ്ണ, വർഗ ത്തിൽപ്പെട്ട ജനങ്ങളെയാണ്. ആഫ്രിക്കനും
എന്താ പറയുന്നത്, ഇന്ത്യനും ചൈനക്കാരനും ജാപ്പനീസും അമേരിക്കൻസും എല്ലാ ജാതികളും ഇതിൽ വരുവാനായിട്ട് കൃപയാൽ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി. ഈ ഒരു കൊമ്പ് മാത്രം ഇതിലുണ്ടായിരുന്നു. എന്നാൽ ആ രക്ഷാ പദ്ധതിയിലേക്ക് മറ്റു കൊമ്പുകളെ കൂടെ ചേർത്ത് ഒട്ടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇത് കാണിക്കുന്നത് ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയെ അല്ലാതെ രക്ഷിക്കപ്പെട്ട എങ്ങനെ രക്ഷിക്കപ്പെടുന്നു എന്നല്ല, ആ ഒരു രക്ഷാ പദ്ധതിയാണ് ദൈവം ഈ ഒലിവ് വൃക്ഷത്തിലൂടെ കാണിക്കുന്നത്. എന്നാൽ ഈ ഒരു കാലഘട്ടം ഇവിടെ തീരും. ഈ ഒരു രക്ഷാ പദ്ധതിയിലായിരിക്കുന്നത് കൃപാ കാലഘട്ടം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഈ കൃപാകാലം ഇവിടെ തീരും. തീർന്നതിന് ശേഷം ഇവിടെ റാപ്ചർ ഉണ്ടാകും. ഇതിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഈ വൃക്ഷത്തിലുണ്ടായിരുന്ന എല്ലാവരെയും തന്നെ അല്ലെങ്കിൽ ഈ ഒലിവ് വൃക്ഷത്തിന്റെ ഭാഗമായി തീരാൻ ഭാഗ്യം ലഭിച്ച എല്ലാവരെയും തന്നെ റാപ്ചറിൽ ചേർക്കപ്പെടുകയും അവര് നിത്യ സ്വർഗീയ വാസം സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യും. അതിനുശേഷം ദൈവം ഈ വെട്ടിക്കളഞ്ഞ യഹൂദൻ അവരെ വീണ്ടും യഥാസ്ഥാനപ്പെടുന്ന ഈ വീണ് കിടക്കുന്നവരെയല്ല, എന്നാൽ ഇന്ന് ഉള്ള യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു പദ്ധതി. ഇതാണ് യഥാസ്ഥാനപ്പെട്ട ഇസ്രായേൽ. ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു പദ്ധതിയിലേക്ക് വരും. ഇതാണ് റിസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ. ആ മഹാപാപ പരിഹാര ദിനം ഒക്കെ ഉണ്ടാവുകയും അവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യും. ഇവരുടെ മധ്യത്തിലേക്ക് ദൈവം രാജാവായിട്ട് വരും. ഇവരുടെ ഇടയിലേക്കാണ് രണ്ടാം വരവ് ഉണ്ടാകുന്നത്. ഈ രണ്ടാം വരവ് സമയത്ത് ഈ കാണുന്ന സമയത്തുണ്ടായിരുന്ന കൃപയാൽ രക്ഷിക്കപ്പെട്ടവർ ഒരുത്തരും തന്നെ ഇവിടെ കാണത്തില്ല. കാര്യം ഇത് ഇവിടെ നിന്ന് ചേർക്കപ്പെടും. നാം റാപ്ചറിൽ ചേർക്കപ്പെടും. അതിനുശേഷം നടക്കേണ്ടുന്ന ഒരു ഈവന്റാണിത്. ഇന്ന് ക്രിസ്ത്യാനിക്ക് സഭ എന്താണെന്ന് അറിയാൻ വയ്യാത്തത് കാരണം ഈ റാപ്ചർ ഇതിനു ശേഷം നടക്കുമെന്നൊക്കെ പഠിപ്പിക്കുക. അതായത് ഹരിശ്രീ എന്താണെന്ന് അറിയാൻ വയ്യ ക്രിസ്ത്യാനിയുടെ, ABCD എന്താണെന്ന് അറിയാൻ വയ്യാതെ തെറ്റിപ്പോയിരിക്കുന്നതിന്റെ ഫലമാണ് അങ്ങനെയുള്ള പഠിപ്പേരുകളും അങ്ങനെയുള്ള ചിന്തകളും ഒക്കെ. ഇത് ഈ കൃപാ കാലഘട്ടം അവസാനിക്കുന്നതോടുകൂടി നാം ഇവിടുന്ന് ചേർക്കപ്പെടും. പിന്നെ നമുക്കിവിടെ നിൽക്കേണ്ടെന്ന് ആവശ്യമില്ല. യഹൂദനെ മഹാകഷ്ടത്തിൽ കൂടി ദൈവം കടത്തിവിടും. ആ കഷ്ടത്തിൽ കൂടി അവർ രക്ഷിക്കപ്പെടും. അങ്ങനെ അവരെ യഥാസ്ഥാനപ്പെടുത്തും, റീസ്റ്റോർ ചെയ്യപ്പെടും. അങ്ങനെ റീസ്റ്റോർ ചെയ്യപ്പെട്ട യഹൂദനാണ് ഈ അവസാനത്തെ പിക്ചറിൽ കാണുന്ന യഥാസ്ഥാനപ്പെട്ട ഇസ്രായേൽ. ഇതാണ് ഈ ഒലിവ് വൃക്ഷത്തിനെ കുറിച്ച് ഉള്ള ഒരു രത്ന ചുരുക്കം. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ പുരോഗമിക്കുമ്പോൾ ഞാൻ വീണ്ടും ഈ പിക്ചർ കാണിക്കും. അന്നേരം നിങ്ങൾക്ക് ഇതിനെ കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലാകുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ യഹൂദനെ ദൈവം വെട്ടിക്കളഞ്ഞു എന്നുള്ളത് ശരിയാണ്. ദൈവം പല പ്രാവശ്യം അവരെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അവരെ പല സ്ഥലങ്ങളിലേക്ക് ദൈവം അസീറിയൻ പ്രവാസത്തിലേക്ക് ഓടിച്ചിട്ടുണ്ട്. ആദ്യമേ മിസ്രൈമിന്റെ അടിമത്തത്തിലായിരുന്നിട്ടുണ്ട്. അതിനുശേഷം അവിടുന്ന് മോശ മുഖാന്തരം മടക്കിക്കൊണ്ടുവന്നു. പിന്നെ അവരെ അസീറിയൻ പ്രവാസത്തിലേക്ക് ഓടിച്ചു വിട്ടിട്ടുണ്ട്. അത് നോർത്തേൺ കിങ്ഡം ആയിരിക്കുന്ന ഇസ്രായേൽ അവരെ അസീറിയൻ പ്രവാസത്തിലേക്കും സൗത്തേൺ കിങ്ഡം ആയിരിക്കുന്ന യഹൂദ അവരെ ബാബിലോന്യ പ്രവാസത്തിലേക്കും ദൈവം ഓടിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് അവിടുന്ന് വീണ്ടും അവരെ മടക്കി ചേർക്കുന്നത്. ബാബേൽ പ്രവാസം കഴിഞ്ഞ് 70 വർഷം കഴിഞ്ഞിട്ട് അവർ വീണ്ടും മടങ്ങി വരുന്നത്. അതുപോലെ പല പ്രാവശ്യം അവരെ ദൈവം ഓടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാലഘട്ടം ഈ സമയത്ത് അവരെ ഓടിച്ചു വിട്ടു. ഏകദേശം 2000 വർഷത്തോളം ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു. 2000 വർഷത്തോളം അവരിൽ കൂടിയുള്ള പ്രോമിസുകൾ ഒന്നും തന്നെ നിറവേറിയിട്ടില്ല. അവരൊരു എലീറ്റഡ് നേഷൻ എന്നൊരു പദവി അവർക്കില്ല. അവർ ജാതികളെ പോലെ അവർ ദൈവിക സാന്നിധ്യത്തിൽ നിന്നും ദൈവിക അനുഗ്രഹത്തിൽ നിന്നും വീണുപോയിരിക്കുക. അവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് അവർക്ക് ഒരു പ്രത്യേകതയും ആത്മീകമായിട്ട് ഒരു പ്രത്യേകതയും ഇല്ല. എന്നാൽ അവർ ദൈവജനമായതുകൊണ്ട് ദൈവം വരാനിരിക്കുന്ന ആ ഒരു ഈവന്റിന് വേണ്ടി അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അതെല്ലാം ശരിയാണ്. ദൈവം അവരിൽ കൂടി ശക്തമായിട്ട് ഇടപെടും. അവരെ ദൈവം വീണ്ടും യഥാസ്ഥാനപ്പെടുത്തും. ആ കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇന്ന് അതൊന്നും നടന്നിട്ടില്ല. മെയ് മാസം 14 1948 അവരൊരു രാഷ്ട്രമായിട്ട് വീണ്ടും രൂപപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗങ്ങളാണ്. അതിലെ ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരെ ദൈവം സ്വർഗത്തിൽ നിന്ന് ദൈവം ആകാശം ചായച്ചിറങ്ങി വന്ന് അവരെ രക്ഷിക്കുകയും അവർക്ക് വേണ്ടി സൈന്യങ്ങളുടെ യഹോവയായ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാലം വരാൻ പോവുകയാണ്. അവരങ്ങനെ 666 എന്നുള്ള ട്രിബുലേഷൻ പീരീഡിൽ കൂടി കടന്നു പോവുകയും ദൈവം അവരിൽ നിന്ന് 1/3 ശേഷിപ്പിക്കുകയും അവരുടെ മധ്യത്തിലേക്ക് രാജാവായിട്ട് ദൈവം എഴുന്നള്ളി വരികയും അതിനുശേഷം 1000 ആണ്ട് വാഴ്ച അവരോടൊപ്പം ഈ ലോകത്തിൽ നടക്കുകയും യെരൂശലേം ദേവാലയം പുനഃസ്ഥാപിക്കപ്പെടുകയും ഒക്കെ ചെയ്യും. അതെല്ലാം അവരോടുള്ള പദ്ധതിയാണ്. ഇതിലൊന്നും നമുക്ക് അവകാശം പറയാൻ പറ്റത്തില്ല. നമ്മൾ ജാതികൾ ഈ കാലഘട്ടത്തിൽ അവരെ തള്ളിക്കളഞ്ഞ ആ കാലഘട്ടത്തിൽ നമുക്ക് ദൈവം ഒരു രക്ഷാകാലം ഒരുക്കി എന്നുള്ളത് ശരിയാണ്. അത് ഒരു നിയമത്തിന്റെ ബേസിസിലല്ല, ഒരു ലീഗൽ എഗ്രിമെന്റിന്റെ ബേസിസിലല്ല, ഒരു പിതാവിനോടും ചെയ്ത പ്രോമിസിന്റെ ബേസിസിലല്ല. കർത്താവിന്റെ കരുണയാൽ നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു പാരന്ററ്റിക്കൽ പീരീഡാണ്. ഒരു ബ്രാക്കറ്റ് കാലഘട്ടമാണ്.
ഒരു പ്രോജക്റ്റ് പീരീഡാണ് അത്. ആ കാലം കഴിയുമ്പോൾ നാം ഇവിടുന്ന് ചേർക്കപ്പെടും, അതിന്റെ പ്രോഡക്റ്റ് ഇവിടുന്ന് ചേർക്കപ്പെടും. അതിനുശേഷം ദൈവം അവരെ എവിടെ കൈവിട്ടോ അവിടെ നിന്ന് അവരെ വീണ്ടും അവരെ റീസ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങൾ ആരംഭിക്കും. അവരോട് പറഞ്ഞിരിക്കുന്നതാണ് ട്രിബുലേഷൻ പീരീഡും കഷ്ടകാലവും ഒക്കെ. അവരിൽ കൂടി ദൈവം അവരിൽ മൂന്നിലൊന്നിനെ യഥാസ്ഥാനപ്പെടുത്തും. പൊന്ന് ഊതി കഴിക്കുന്നത് പോലെ ദൈവം അവരെ ശോധന ചെയ്ത് അവരെ രക്ഷിക്കും. അതിൽ അവരോടുള്ള പദ്ധതിയായി ഈ ഒലിവ് മരത്തിൽ അവരെ ദൈവം വീണ്ടും ഒട്ടിക്കും. കാട്ടൊലിവായിരുന്നു നമ്മളെ വെട്ടി ഈ നല്ല ഒലിവിൽ ഒട്ടിക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നുണ്ടെങ്കിൽ വാസ്തവമായി യഥാർത്ഥ ഒലിവിനെ എത്ര പ്രാവശ്യം വെട്ടി ഒട്ടിക്കാൻ ദൈവത്തിന് മനസ്സാകുന്നു എന്ന് ഇതിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുക. ദൈവം അവരെ വെട്ടി ഒട്ടിക്കും. അത് ദൈവം അവരുമായിട്ടുള്ള പദ്ധതി. അവരുടെ പിതാവായിരുന്ന അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തമാണ്. വഴിയിൽ വെച്ചിട്ട് അവരെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. ദൈവം അങ്ങനെ ചെയ്യത്തില്ല. തുടർന്ന് നമുക്ക് മുന്നോട്ട് വരാം. അതുകൊണ്ടാണ് ഇവരെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ഞാനൊരു കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ചെറിയ കട്ടിങ് നിങ്ങളെ കാണിച്ചായിരുന്നു. ഇവരെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങൾ മാത്രം. നിങ്ങൾക്കത് സൗകര്യം പോലെ നിങ്ങൾക്കത് കാണാം. ഞാനത് ജസ്റ്റ് ഒന്ന് സോറി ഒരു സെക്കൻഡ്, ഞാൻ ആ വാക്യങ്ങൾ എടുത്തിരുന്നു. പക്ഷെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് എനിക്ക് തരണം. ആ വാക്യം ഒന്ന് കാണിക്കേണ്ടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എടുത്തിരുന്ന ഒരു പിക്ചറാണ്, എന്നാൽ അത് ഡിലീറ്റ് ആയി പോകാനായിട്ടിടയായി. ഈ കാര്യങ്ങളൊന്നും നമ്മൾ അറിയരുതെന്നുള്ളത് സാത്താന് വളരെ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ എന്ത് തട കൊണ്ടുവരാൻ കഴിയുമോ അതൊക്കെ സാത്താൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഇതാണ് കാണിക്കാനായിട്ട് നോക്കിയത്. ഇത് പെട്ടെന്ന് ഡിലീറ്റ് ആയിപ്പോയത്. ഞാൻ എടുത്തു വെച്ചിരുന്ന കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്ന ഇസ്രായേൽ നാഷണൽ സാൽവേഷൻ, യഹൂദനെ ദൈവം വിട്ടുകളഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന റെഫറൻസ് ആണ്. ഇവിടെ നോക്കിയാൽ പറയുന്നുണ്ടല്ലോ, റോമാലേഖനം ഈ നമ്മൾ പഠിക്കുന്ന അധ്യായം തന്നെ 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുക, മജോറിറ്റി ഓഫ് ദ നേഷൻ ഹാഡ് ബീൻ ബ്ലൈൻഡഡ്. അവരുടെ കണ്ണ് കുരുടായി പോയി എന്ന് പറയുക. 11-ാം അധ്യായത്തിന്റെ നമ്മൾ ഈ പഠിക്കുന്ന 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുക. 11-ന്റെ 8-ൽ പറയാണ്, ഗോഡ് ഗേവ് ദം ദ സ്പിരിറ്റ് ഓഫ് സ്ലംബർ. അതായത് അവർക്ക് ഗാഠനിദ്ര വരുത്തുവാനായിട്ട്, ഉറക്കത്തിന്റെ ആത്മാവ് അല്ലെന്നുണ്ടെങ്കിൽ ഗാഠനിദ്ര വരുത്തുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവർ ദൈവത്തിൽ നിന്നും വീണു പോകുവാനായിട്ട് ഇടയായി. 11-ും 12-ഉം വാക്യങ്ങൾ പറയാണ്, ദാറ്റ് ദേ ഹാഡ് ഫോളൻ. അവർ വീണു പോകുവാനായിട്ട് ഇടയായി. യഹൂദൻ ദൈവിക പദ്ധതിയിലായിരുന്നു, അവർ വീണു പോകുവാനായിട്ട് ഇടയായി എന്ന് പറയുക. 15-ൽ പറയാണ്, ഹാഡ് ബീൻ കാസ്റ്റ് അവേ. ദൈവം അവരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവർ ദൈവിക പദ്ധതിയിലില്ല, അവരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ അധ്യായത്തിൽ ഇത്രയും ഭാഗങ്ങളിൽ കൂടെ പറയുക. അതിന്റെ 19-20 വാക്യത്തിൽ പറയുക, ഹാഡ് ബീൻ ബ്രോക്കൺ ഓഫ്. അവരെ ദൈവം കട്ട് ചെയ്ത് കളഞ്ഞു, മുറിച്ചു കളഞ്ഞിരിക്കുന്നു. അവർ ആ ദൈവിക പദ്ധതിയിൽ നിന്ന് അവരെ ദൈവം വേർപിടിവിച്ചിരിക്കുന്നു, മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ഹാഡ് ബീൻ ബ്രോക്കൺ ഓഫ്. 11-ന്റെ 21-ൽ പറയുക, വെർ നോട്ട് സ്പെയർഡ്. ദൈവം അവരെ ശേഷിപ്പിക്കാതെ, അവരെ ബാക്കി വയ്ക്കാതെ, ശേഷിപ്പിക്കാതെ അതിൽ നിന്ന് വെട്ടിക്കളയുവാനായിട്ടിടയായി. 32-ൽ പറയാണ്, ഹാഡ് ബീൻ കൺക്ലൂഡഡ് ഇൻ അൺബിലീഫ്. അവരെ അവിശ്വാസത്തിൽ അടച്ചു കളഞ്ഞു. ദൈവം അവരെ വിശ്വാസത്തിന്റെ ആത്മാവിൽ നിന്ന് മാറ്റി അവിശ്വാസത്തിൽ അവരെ അടച്ചു കളഞ്ഞു. 26-ൽ പറയുക, ദ നാഷൻ വിൽ നോട്ട് ബി സേവ്ഡ് അൻറ്റിൽ ദർ ഷാൽ കം ഔട്ട് ഓഫ് സിയോൺ ദ ഡെലിവറർ. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരുന്നത് വരെ ദൈവം അവരെ കൈവിട്ടിരിക്കുക. അവരെ ഒരു രാഷ്ട്രമായിട്ട് രക്ഷിക്കുന്ന ആ ദൈവിക പദ്ധതി ദൈവം കൈവിട്ടിരിക്കുകയാണെന്ന് ആ 11-ാം അധ്യായത്തിൽ മാത്രം ഇത്രയും വാക്യങ്ങളിൽ കൂടി പറയുകയാണ്. ഒരു മിനിറ്റ്. അതെ, ആ ഒരു അധ്യായത്തിൽ മാത്രം ഇത്രയും വാക്യങ്ങളിൽ കൂടി പറയുകയാണ്, ദൈവം അവരെ കൈവിട്ടിരിക്കുക, ഇസ്രായേലിനെ കൈവിട്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു സംശയം ന്യായമായിട്ടുണ്ടാകാം, ദൈവം അവരെ കൈവിട്ടെങ്കിൽ എങ്ങനെയാണ് അപ്പൊ അവരിൽ നിന്ന് പിന്നെ ആർക്കും രക്ഷിക്കപ്പെടാൻ വഴിയില്ലേ? യഹൂദൻ മുഴുവനും നഷ്ടപ്പെട്ടു പോയോ? എന്താണ് അവർക്ക് സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും തന്നെ ഒരു സംശയം ഉണ്ടാകാം. അതാണ് ഈ വാക്യത്തിന്റെ 11-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ. വായിച്ചു തുടങ്ങുന്നത് 11-ാം അധ്യായത്തിന്റെ റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. സോറി, 11-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ലെറ്റ് മീ
Let me project this. പതിനൊന്നാമത്തെ വാക്യം, എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയതെന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. 12ാമത്തെ വാക്യം പറയുകയാണ്, എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായെങ്കിൽ അവരുടെ യഥാസ്ഥാപനം എത്രയധികം. 13, 14, സ്വജാതിയർക്ക് വല്ലവിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് ഇവിടെ കണ്ടില്ല. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൽ ഞാൻ എൻ്റെ സ്വജാതിയർക്ക് വല്ലവിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. ഇതിന്റെ 1ാമത്തെ വാക്യം നോക്കി. 1ാമത്തെ വാക്യം ഇവിടെ പറയുകയാണ്, എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ? ഈ ഒരു ചോദ്യത്തിന് ആൻസർ പോൾ പറയുക, ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞു, ഇവർക്കിനി അനുഗ്രഹമില്ലേ? ദൈവം ഇസ്രായേലിനെ വെട്ടിക്കളഞ്ഞു, ഇവരെ എന്താ പറയുന്നത്, ഈ ഒലിവ് മരത്തിൽ നിന്നും മുറിച്ചു കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കിനി അനുഗ്രഹമില്ലേ, എന്നേക്കുമായിട്ട് ഇവരെ വെട്ടിക്കളഞ്ഞു എന്ന് ചോദിക്കുക. അതിന്റെ ഉത്തരമാണ് ഈ 14ാമത്തെ വാക്യത്തിലൊക്കെ പോൾ വീണ്ടും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതിനെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അവിടെ പറയുകയാണ്, ഞാനും യഹൂദനല്ലയോ, എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ചില ഡിസ്റ്റർബൻസുകൾ ഉണ്ടാകുന്നുണ്ട്. 11ാമത്തെ വാക്യം, എന്നാൽ 10ാമത്തെ വാക്യം, അവരുടെ കണ്ണ് കാണാതെ വണ്ണം കുരിഞ്ഞു പോട്ടെ, എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയതെന്ന് ചോദിക്കുന്നു. ഇവിടെ കണ്ടില്ലയോ 11ാമത്തെ വാക്യത്തിലെ ആദ്യത്തെ ചോദ്യം കണ്ടില്ലോ, അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. അവരെ തള്ളിക്കളയുവാൻ വേണ്ടിയിട്ടാണോ, എന്നേക്കുമായിട്ട് അവരെ തള്ളിക്കളഞ്ഞിരിക്കുവാണോ എന്ന് ചോദിക്കുക. അതിന് പറയുന്നത്, ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. ഇവിടെ ദൈവം യഹൂദനെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്നത് സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞു, ഒരു നാളുമല്ല. അപ്പോൾ പറയുന്നത്, ഞാനും ഇസ്രായേലിനല്ലോ, ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്. യഥാർത്ഥത്തിൽ ഒരു യഹൂദനാ ഞാൻ എങ്ങൊന്നും ജാതികളിൽ നിന്ന് ചേർന്ന് വന്ന ഒരു യഹൂദ മതാനുസാരി അല്ല. ഞാൻ യഹൂദ മതാനുസാരി ആയിരുന്നെങ്കിൽ കൂടി അവർക്ക് അനുഗ്രഹം ലഭിക്കും. എന്നിരുന്നാലും പോള് ഇവിടെ തെളിയിക്കുന്നത്, ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്, ഞാൻ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചവനാണ്. അങ്ങനെയുള്ള യഹൂദനായിരുന്നിട്ട് തന്നെ എനിക്ക് ആ രക്ഷ ലഭിച്ചിരിക്കുന്നത് കണ്ടോ. അങ്ങനെ രക്ഷ ലഭിക്കാൻ ഇന്നും സാധ്യത ഉണ്ടെന്ന് പറയുക. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ടതുപോലെ ഒരു ചിലരെയെങ്കിലും രക്ഷിക്കാമോ എന്ന് കരുതി ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു എന്ന് പറയുക. അടുത്ത വാക്യം കാണിക്കാം. അവിടെ പറയുകയാണ്, എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാപനം എത്രയധികം. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൻ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. ഞാൻ എൻ്റെ ശുശ്രൂഷയെ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ലവിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് കരുതി. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്യങ്ങളൊക്കെ എടുത്തത്. അതായത് അവരെ ചിലരെയെങ്കിലും രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. പോൾ ഇവിടെ ചെയ്യുന്ന ശുശ്രൂഷ യഹൂദനെ ഒരു രാഷ്ട്രമായിട്ട് രക്ഷിക്കുന്ന പദ്ധതി അല്ല. ആ ഒരു പദ്ധതിയാണ് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്നത്. അബ്രഹാമിന്റെ സന്തതിയായിട്ട് യഹൂദനെ ഒരു രാഷ്ട്രമായിട്ട് രക്ഷിക്കുന്ന പദ്ധതിയാണ്. അതുകൊണ്ടാണ് എപ്പോഴും അവരോട് ഇടപെടുന്ന ഒരു രാഷ്ട്രമായിട്ടാണ്. യെരുശലേമേ യെരുശലേമേ, നിന്നെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ പാർപ്പിക്കുന്നത് പോലെ. മനസ്സിലായോ? ഒരു രാഷ്ട്രമായിട്ടാണ് ദൈവം അവരോട് ഇടപെടുന്നത്. എന്നാൽ ആ ഒരു പദ്ധതി ദൈവം കൈവിട്ട് കളഞ്ഞിരിക്കുക. അതിൽ നിന്ന് ദൈവം ഓരോരുത്തരെ ഇൻഡിവിജ്വലായിട്ട് രക്ഷിക്കുന്ന പദ്ധതി ഇന്നും ഓപ്പൺ ആണ്. യഹൂദന്മാരിൽ നിന്ന് ആരെങ്കിലും വിശ്വസിച്ച് വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ രക്ഷാ പദ്ധതിയിലേക്ക് വരാം. അവരെ എന്നേക്കുമായിട്ട് വിട്ടുകളഞ്ഞിരിക്കുകയല്ല. ഞാനും യഹൂദനല്ലയോ, ഞാൻ അബ്രഹാമിന്റെ സന്തതിയും ബെന്യാമിൻ ഗോത്രക്കാരനുമാ. എനിക്ക് രക്ഷ ലഭിച്ചതുപോലെ നിങ്ങൾക്കും ഇന്ന് രക്ഷപ്പെടാനുള്ള ഓപ്ഷൻ ഇന്നും ഓപ്പൺ ആണ്. അതുകൊണ്ട് എൻ്റെ ചാർച്ചക്കാരിൽ ഒരു ചിലരെയെങ്കിലും രക്ഷിക്കാമെങ്കിലോ എന്ന് കരുതി ഞാൻ എൻ്റെ ശുശ്രൂഷയെ വാനോളം പുകഴ്ത്തുന്നു. കാര്യം, യാതൊരു വിധത്തിലും ഇതിനോട് അടുക്കാൻ യോഗ്യതയില്ലാതെ നിന്നിരുന്ന ബാൽ വിഗ്രഹങ്ങളെ, അശേര പ്രതിഷ്ഠകളെ ആരാധിച്ച് നിന്നിരുന്ന ജാതികളെ ദൈവം രക്ഷിച്ച് ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്കൊരു അസൂയെങ്കിലും ഉണ്ടായിട്ട്, അവർക്കൊരു സ്പർദ്ധ ജനിപ്പിച്ചിട്ട് അവരെ ചിലരെയെങ്കിലും രക്ഷിക്കാമോ എന്ന് കരുതി ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു എന്ന് പറയുക.
കണ്ടില്ലേ, സ്വജാതീയക്കാർക്ക് വല്ല വിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെങ്കിലും രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. ഇതാണ് പോള് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഒരു അധ്യായത്തിൽ കൂടി ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിന്റെ 14-ാമത്തെ വാക്യം ഞാനിപ്പോ വായിച്ച് കേൾപ്പിച്ചത്. ഇവിടെ ഇതിന്റെ 15-ാമത്തെ വാക്യം കണ്ടോ? ഇവിടെ പറയാണ്, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ, അതായത് അവരുടെ വീഴ്ച കാരണം ലോകത്തെ ക്രിസ്തുവിൽ എല്ലാവർക്കും ഒരുപോലെ രക്ഷിക്കപ്പെടുവാനുള്ള അവസരം ഓപ്പൺ ആയെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്തായിത്തീരും? അവർ വീണു പോയി കഴിഞ്ഞപ്പോൾ ലോകത്തിന് അനുഗ്രഹം ലഭിച്ചു, ജാതികൾ രക്ഷിക്കപ്പെടുവാൻ അനുഗ്രഹം ലഭിക്കുവാൻ ഇടയായി എങ്കിൽ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തുകയും ദൈവം അവരോടൊപ്പം ഈ ലോകത്തിൽ വാഴുകയും ചെയ്യുന്ന ഒരു കാലമുണ്ട്. അവിടെ മറ്റുള്ള ജാതികൾ, ആ കൂട്ടത്തിലുള്ളവർക്ക് ഈ ലോകം മുഴുവനും എന്താ പറയുന്നത്, ദൈവത്തിന്റെ നന്മയും കരുണയും ഒഴുകുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഇവരെ വെട്ടിക്കളഞ്ഞപ്പോൾ തന്നെ ജാതികൾ അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ ഇവരെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുക. ഇവരിൽ കൂടി ജാതികൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതായിരുന്നു ദൈവിക വ്യവസ്ഥ. ഇവരെ ത്രൂ ദ റൈസ് ഓഫ് ഇസ്രായേൽ ജെന്റൈൽസ് വിൽ ബി ബ്ലെസ്ഡ്. അതായിരുന്നു ദൈവിക പ്രോമിസ് എന്ന് പറയുന്നത്. അല്ലാതെ അവരുടെ വീഴ്ചയിൽ കൂടി അനുഗ്രഹിക്കുന്ന ഒരു പദ്ധതി എങ്ങും പറഞ്ഞിട്ടില്ല. ഒരു വാക്യം ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ പെട്ടെന്ന് കാണിക്കാം. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം, അതിന്റെ 1, 2, 3 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം, അതിന്റെ 1, 2, 3 വാക്യങ്ങൾ. അവിടെ പറയുകയാണ്, ഇത് കണ്ടില്ലയോ? എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അവരോട് പറയുക, നിങ്ങളുടെ സമയമായിരിക്കുന്നു, നിങ്ങളിൽ കൂടി ലോക ജാതികൾ മുഴുവനും രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ് ദൈവം ആക്ച്വലി ഇവരിൽ കൂടി ദൈവം ആഗ്രഹിച്ചിരുന്നത്. ഇവരിൽ കൂടി വേണം ആ രക്ഷ ലോകത്തിലേക്ക് പോകുവാൻ. അവരോട് എഴുന്നേൽക്കാൻ പറയുക, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നീ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടത്. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേലെ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ഇതായിരുന്നു അവരെ കുറിച്ചുള്ള പദ്ധതി. അവരിൽ കൂടി ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടണമായിരുന്നു. ത്രൂ ദ റൈസ് ഓഫ് ഇസ്രായേൽ ജെന്റൈൽസ് വിൽ ബി ബ്ലെസ്ഡ് എന്നുള്ളതായിരുന്നു അവരെ കുറിച്ചുള്ള ദൈവിക വാഗ്ദത്വം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നടക്കുന്നത് ത്രൂ ദ ഫോൾ ഓഫ് ഇസ്രായേൽ ജെന്റൈൽസ് ആർ ബീങ് ബ്ലെസ്ഡ്. അതായത് അവരുടെ വീഴ്ചയിൽ കൂടി നമ്മൾക്ക് അനുഗ്രഹം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അവരുടെ വീഴ്ചയിൽ നമുക്ക് ഇത്രമാത്രം അനുഗ്രഹം ലഭിച്ചു എങ്കിൽ അവരുടെ ഉയർച്ച നമുക്ക് എന്തായിരിക്കും എന്ന് പറയുക. 14-ാമത്തെ വാക്യം ഇവിടെ പറയുകയാണ്, എന്നാൽ ജാതികളായ നിങ്ങൾ. 12-ാമത്തെ വാക്യം, എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായെങ്കിൽ അവരുടെ യഥാസ്ഥാപനം എത്രയധികം നാം എന്തുമാത്രം അവരിൽ കൂടി അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്ന ഒരു കാര്യമാണ്. 13-ാമത്തെ വാക്യം നമ്മൾ നോക്കി, 14 നോക്കി. 15-ാമത്തെ വാക്യം, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? 16-ാമത്തെ വാക്യം, ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ. ഇവിടെയാണ് നമ്മൾ ആ ഒലിവ് മരത്തിലേക്ക് കടക്കുന്നത്. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. ഇവിടെ അടുത്ത വാക്യങ്ങൾ കൂടെ ഞാൻ വായിച്ചോട്ടെ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ച് ചേർത്തു, ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർത്തു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേര് നിന്നെ എത്ര ചുമക്കുന്നത് എന്ന് ഓർക്ക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. 24-ാമത്തെ വാക്യം, സ്വഭാവത്തിൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്രയധികമായി ഒട്ടിക്കും. ഈ വിഷയമാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. 16-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ ചിന്തിക്കുന്നത്. 16-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. ഇവിടെ ആദ്യ ഭാഗം എന്ന് പറയുന്നതും
ഈ ഒരു ലംബ്, ഒരു മുഴുവൻ ഈ മരത്തെ കാണിക്കുന്നത് അതിന്റെ തായ്തടിയും അതിന്റെ വേരും അതിന്റെ കൊമ്പുകളും മുഴുവനായിട്ട് ആ മരത്തെ കാണിക്കുന്നത്, ആ ഒലിവ് മരത്തെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക അനുഗ്രഹമാണ്, ദൈവിക പദ്ധതിയാണ്. എന്നാൽ അതിലുണ്ടായിരുന്നത് യഹൂദന്മാരാണ്. അതിൽ അനുഗ്രഹം ലഭിക്കുന്നത് അബ്രഹാമിനാണ്. അബ്രഹാമിൽ കൂടിയാണ് ദൈവം ഇങ്ങനൊരു ജനതയെ വീണ്ടെടുക്കുന്നതും ഈ ദൈവിക പദ്ധതി അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതും. അതിനെയാണ് ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ആ വേരും ഇതിന്റെ ആ തായ്തടികളും, വേരെന്ന് പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്രഹാമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ തായ്തടി എന്ന് പറയുന്നത് അവർക്ക് ലഭിച്ചിരിക്കുന്ന പിതാക്കന്മാരാണ്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശെ, ദാവീദ്, ഇവരിൽ കൂടെ എല്ലാം ദൈവം ആ വാഗ്ദത്തങ്ങളെ ഉറപ്പിച്ചിരിക്കുക. അതിന്റെ കൊമ്പുകൾ എന്ന് പറയുന്നതെല്ലാം അവരിലെ വിശുദ്ധന്മാരും ആ ദൈവിക പദ്ധതിയാണ്. ഈ ഒരു മരം ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ദൈവിക അനുഗ്രഹമാണ്. ഇസ്രായേൽ എന്ന് പറയുന്നൊരു ജാതിയോ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രമോ അല്ല. ആ അനുഗ്രഹത്തിൽ ഉണ്ടായിരിക്കുന്നത് അവർ മാത്രമാണ്. ആ അനുഗ്രഹം ലഭിച്ചത് അബ്രഹാമിനാണ്. ആ ഒരു അനുഗ്രഹ പദ്ധതിയാണ് ഈ മരത്തിൽ കൂടി കാണിക്കുന്നത്. ഞാൻ എൻ്റെ എപ്പിസോഡ് 64 എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഈ തായ്തടി, ഈ ഒരു പദ്ധതികളും അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അത് ഒരു പക്ഷെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിലാണ്, ആ ദൈവിക പദ്ധതിയിലാണ് നമ്മളെ ഒട്ടിച്ചിരിക്കുന്നത്. ക്രിസ്തുവാണ് ആ തായ്തടി എന്നൊക്കെ ഞാൻ അല്പം കടത്തി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ദൈവിക പദ്ധതിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണം. വേരും അതിന്റെ തായ്തടിയും ഒക്കെ ആ ഒരു പദ്ധതിയിൽ നിൽക്കുന്നത് അവരുടെ പൂർവ്വ പിതാക്കന്മാരാ, ആ അനുഗ്രഹം ലഭിച്ചിരിക്കുന്ന പിതാക്കന്മാരാ. അതുകൊണ്ട് അതൊരു ദൈവിക പദ്ധതി ആയതിനാൽ തന്നെ അത് യേശു ക്രിസ്തു ആണെന്ന് വേണമെങ്കിലും പറയാം. ഈ ഒരു രണ്ടു തരത്തിലും ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാറുണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്നതിൽ തെറ്റില്ല. കാരണം അത് ദൈവിക പദ്ധതി തന്നെയാണ്. അത് മുഴുവനായിട്ടും ഡിവൈൻ പ്രോഗ്രാമാണ് ആ ഒരു ഒലിവ് വൃക്ഷം മുഴുവനും. അതുകൊണ്ട് തന്നെ മനുഷ്യനെ വീണ്ടെടുക്കാനുള്ള ദ്വിമാന പദ്ധതിയാണ് ആ ഒരു ഒലിവ് മരം മുഴുവനും. ടു ഫോൾഡ് പർപ്പസ് ഓഫ് ടു ഫോൾഡ് റിഡംറ്റീവ് പർപ്പസ് ഓഫ് ഗോഡ്. ദൈവം മനുഷ്യനെ വീണ്ടെടുക്കാനുള്ള ആ ദൈവിക ദ്വിമാന പദ്ധതിയാണ് ആ ഒലിവ് മരം മുഴുവനായിട്ട് കാണിക്കുന്നത്. ആദം മുതൽ വെള്ള സിംഹാസനം വരെയുള്ള, അതായത് ഈ കാലഘട്ടവും ഇതിനു ശേഷം യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലഘട്ടവും മുഴുവനും ആ ഒലിവ് മരത്തിൽ കൂടെ കാണിച്ചിരിക്കുന്നു. ഒരു റിഡംറ്റീവ് പ്രോഗ്രാം അത്. ആദാമിനെ സൃഷ്ടിച്ച കാലം മുതൽ ഈ അബ്രഹാമിനെ വിളിക്കുന്ന കാലവും അതിനുശേഷം അതായത് ഈ കൃപായുഗം ആരംഭിക്കുന്ന കാലവും അതും കഴിഞ്ഞ് കർത്താവ് ഇവിടെ 1000 ആണ്ട് വാഴുന്ന കാലവും ഇതെല്ലാം കഴിഞ്ഞ് വെള്ള സിംഹാസനം വരെയുള്ള ആ കാലഘട്ടത്തെ മൊത്തത്തിൽ കാണിക്കുന്നത് ഈ ഒലിവ് മരത്തിൽ കൂടിയാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് അതൊരു ദൈവിക പദ്ധതിയാണ്, ഒരു വീണ്ടെടുപ്പ് പദ്ധതിയാണ് അതിനെ കാണിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ഓർക്കണം. കിങ്ഡം പ്രോഗ്രാം, കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഒരു ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു. അതൊരു രാഷ്ട്രമായിട്ട് അവരെ രക്ഷിക്കുന്ന പദ്ധതിയാണ്. കിങ്ഡം എന്ന് പറയാൻ കാര്യം അതാണ്, കിങ്ഡം ഓഫ് ഹെവൻ. ആ കിങ്ഡം എന്ന് പറയുന്ന ഒരു രാഷ്ട്രമായിട്ട് അവരെ രക്ഷിക്കുന്ന പദ്ധതിയാണ്. എന്നാൽ ഈ കാലത്ത് അങ്ങനെ ഒരു രാഷ്ട്രത്തെയും ദൈവം രക്ഷിക്കുന്ന പദ്ധതിയില്ല. ഒരു രാഷ്ട്രത്തിന് ഒരു പ്രത്യേകതയുമില്ല, ഇൻക്ലൂഡിങ് ഇസ്രായേൽ. ഒരു പ്രത്യേകതയും ഈ കാലഘട്ടത്തിലില്ല. ഇന്നത്തെ പദ്ധതി ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. ഇതിലെ ഓരോരുത്തരെ ഇൻഡിവിജ്വലായിട്ട് രക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. ഇത് മുഴുവൻ പദ്ധതിയും ഈ ഒലിവ് മരത്തിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യഹൂദനെ ഒരു ജാതിയായി രാഷ്ട്രമായി ദൈവം രക്ഷിക്കുന്ന പദ്ധതി കൈവിട്ടു. ഇന്ന് വിശ്വസിക്കുന്നവരെ മാത്രം ആ ഒലിവ് മരത്തിൽ ചേർത്തൊട്ടിക്കുന്ന ഒരു പദ്ധതിയിലാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ഇവിടെ ഈ ഒരു അധ്യായത്തിൽ അല്ലെങ്കിൽ ഈ ഒലിവ് മരത്തിലെ എക്സ്പ്ലനേഷനിൽ കൂടി പോളിന്റെ ഫോക്കസ് മുഴുവൻ രക്ഷാ പദ്ധതി അല്ല, രക്ഷാ കാലഘട്ടമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നവരെ ഈ ഒലിവ് മരത്തിൽ ഒട്ടിച്ച് ചേർക്കുന്ന ഒരു പദ്ധതി അല്ല ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ മുഴുവനും പദ്ധതി ആദാം മുതൽ വെള്ളസിംഹാസനം വരെയുള്ള ഒരു രക്ഷാ കാലഘട്ടത്തെയാണ്. ഈ കാലഘട്ടത്തിലെ റിഡംറ്റീവ് പദ്ധതി എന്താണെന്നുള്ളതാണ് ഈ ഒലിവ് മരത്തിൽ കൂടി പോള് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇവിടെയാണ് കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു എന്ന് പറയുന്നത്. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് നമ്മളെ പങ്കാളിയായി തീർത്തു. അതിന്റെ 17ാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 16ാമത്തെ വാക്യമാണ് നമ്മൾ തുടങ്ങിയത്. അതിന്റെ 17ാമത്തെ വാക്യം.
അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർത്തുവെങ്കിലോ. അങ്ങനെ നമ്മളെ ഈ റിഡംറ്റീവ് പദ്ധതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ഇവിടെ ഒട്ടിച്ചു ചേർത്തത് ക്രിസ്തുവിലേക്കും ദൈവിക വീണ്ടെടുപ്പ് പദ്ധതിയിലേക്കുമാണ്. ഇവിടെ നമ്മളെ ഇസ്രായേലിൽ ഒട്ടിച്ചു ചേർക്കുക. അവർക്ക് ഒരു പ്രത്യേകതയുമില്ലായിരുന്നു. അവരിൽ നമ്മൾ പ്രശംസിക്കരുതെന്ന മുമ്പുള്ള വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അതിന്റെ കൊമ്പുകളിൽ നമ്മൾ പ്രശംസിക്കരുത്. ആ കൊമ്പുകൾ ഇസ്രായേലാ. കാര്യം അവരായിരുന്നു അതിൽ നിന്നിരുന്നത്. അവരെ വെട്ടിക്കളഞ്ഞിട്ടാണ് നമ്മളെ അതിൽ ചേർത്ത് ഒട്ടിച്ചിരിക്കുക. ഇവിടെ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം കാണാം. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നെങ്കിലും ഞാൻ ആ ഭാഗം ഒന്ന് പെട്ടെന്ന് വായിക്കാം. 12-ാമത്തെ അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അവിടെ ദൈവം അബ്രഹാമിനോട് പറയാം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇത് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നത്. അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ ഒരു യഹൂദനിൽ കൂടി ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു റിഡംറ്റീവ് പദ്ധതിയാണ്. ഇത് അബ്രഹാമിനോട് പറഞ്ഞിരുന്നത്, അബ്രഹാമിന്റെ സന്തതിയിൽ കൂടി ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നുവെങ്കിലും ഈ ഒരു പദ്ധതി ലോകത്തിൽ വെളിപ്പെട്ടിരുന്നില്ല. യഹൂദൻ എന്ന് പറയുന്ന ഒരു സ്ട്രീമിനെ മാത്രം വാഗ്ദത്ത സന്തതിയിൽ കൂടെ ദൈവം വിളിച്ചു വേർതിരിച്ചിരുന്നു. അവർക്കാണ് കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ കൊടുത്തു. അവരോടാണ് പിതാക്കന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ അയച്ച് അവർക്കാണ് ഈ കിങ്ഡം ഓഫ് ഹെവൻ വാഗ്ദത്തം ചെയ്തതും. ഈ പ്രമാണത്തിലാണ് ഈ കിങ്ഡങ്ങളൊക്കെ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അവരുടെ പ്രത്യാശയും അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും എല്ലാം അവരാണ്. അത് ദൈവം അവരോട് പറഞ്ഞിരുന്നതാണ്. എന്നാൽ അവരിൽ കൂടി ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ക്ലോസ് അവിടെ കിടപ്പുണ്ട്. ആ ഭൂമിയിലെ വംശങ്ങളിൽ അനുഗ്രഹത്തിൽ കൂടി നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. ഇസ്രായേലിൽ കൂടി ഇസ്രായേലിൽ കൂടി നാം ആ അനുഗ്രഹത്തിലേക്ക് വരണം. ആ അനുഗ്രഹത്തിലേക്കാണ് നാം ഈ കാലഘട്ടത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം ഈ അനുഗ്രഹത്തിലേക്ക് ഈ ഒലിവ് മരത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു രക്ഷാ പദ്ധതിയുടെ ഭാഗമായി തീരുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുക. നമുക്ക് ഈ ഭാഗ്യം ലഭിക്കുവാൻ ഈ കാലഘട്ടത്തിൽ യഹൂദനായിരിക്കുന്ന കാലത്തിലും അവർക്ക് ആ അനുഗ്രഹം ദൈവം കൊടുത്തിരുന്ന കാലത്തും നമുക്ക് ഇതിലേക്ക് വരാനോ ഇങ്ങോട്ട് എത്തി നോക്കാനോ കഴിയാത്ത രീതിയിൽ നമ്മൾ തള്ളപ്പെട്ട് കിടന്നിരുന്നവരാ. അതിന്റെ ഒരു സിമ്പിൾ ഉദാഹരണമായി എഫേഷ്യൻസ് 2:12 എന്ന് പറയുന്നത്. ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരാ. അവരുടെ ഒരു അനുഗ്രഹത്തിന് നമ്മൾ യോഗ്യരല്ല. അവരുടെ അനുഗ്രഹം അത് ദൈവം അവരെ അനുഗ്രഹിച്ചിരുന്നു. അവരോട് നമുക്ക് യാതൊരു സംബന്ധവും ഇല്ലാത്തവരാ. ഇച്ചിരൂടെ എടുത്ത് ക്ലിയർ ആക്കി പറഞ്ഞിട്ട്, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക്, കർത്താവ് അബ്രഹാമിനോട് കൊടുത്ത ആ വാഗ്ദത്തം ഉണ്ടല്ലോ, ആ നിയമങ്ങൾക്ക് നിങ്ങൾ അന്യരും പ്രത്യാശയില്ലാത്തവരുമായിരുന്നു. നിങ്ങൾക്ക് യാതൊരു ഹോപ്പിനും ചാൻസ് ഉണ്ടായിരുന്നവരല്ല. ജാതികളാ, നിങ്ങൾ തള്ളപ്പെട്ട് കിടന്നിരുന്നവരാ. എന്നാൽ ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. ഇങ്ങനെ കിടന്നിരുന്ന നമ്മെ ദൈവം അബ്രഹാമിന് കൊടുത്തിരുന്ന ആ അനുഗ്രഹത്തിന്റെ ഭാഗവാക്കായി തീർത്തിരിക്കുക. അബ്രഹാമിൽ കൂടി സകല ജാതികളും ലോകത്തിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള അനുഗ്രഹത്തിന്റെ ഭാഗമായി ഈ ഒലിവ് മരത്തിന്റെ ഭാഗമായി തീരുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുക. നമ്മളെ പോലെ ആയിരുന്നില്ല അവരെന്ന് പറയുന്നത്. അവരെ ദൈവം വിളിച്ചിരുന്ന ദൈവത്തിന്റെ ജനം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് കാണിക്കാം. 7-ാം അധ്യായം 6-ാം വാക്യം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം. അവിടെ പറയുക, ഈ ആവർത്തന പുസ്തകമൊക്കെ അവർക്ക് കൊടുത്തിരിക്കുന്നതാ. മോശെ അവർക്ക് കൊടുത്ത പഞ്ചഗ്രന്ഥങ്ങളിലെ 5-ാമത്തെ ബുക്കാ അത്, ഡ്യൂട്രോണമി. അവിടെ പറയുക, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ദൈവം അവരെ വീണ്ടെടുത്തിരിക്കുന്ന ജനമാണ്, ദൈവത്തിന്റെ സന്തതിയാണ്. ആ കൂട്ടത്തിൽ നമുക്ക് യാതൊരു പങ്കും പറ്റത്തില്ല. നമ്മുടെ ജനങ്ങള്, നമ്മുടെ ഉപദേഷ്ടാക്കന്മാരൊക്കെ പഠിപ്പിക്കുന്നത് നമ്മൾ എന്തോ ഇതിന്റെ ഭാഗമായിരുന്നു എന്നുള്ള രീതിയില്ല. പഴയ നിയമങ്ങളൊക്കെ നമുക്ക് തന്നിട്ട് നമ്മുടെ പിതാക്കന്മാര് എന്തോ അതനുസരിച്ചില്ല എന്നുള്ള രീതിയില്ല. നമുക്ക് അതിന്റെ 7 അയലോകത്ത് അടുക്കാൻ കഴിയത്തില്ല. നമ്മളെ അടുപ്പിക്കാതിരിക്കാൻ വേർപാടിന്റെ നടുച്ചുവർ ദൈവം തന്നെ അവരുടെ ഇടയിൽ കെട്ടിയിരിക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് പച്ച വെള്ളം വാങ്ങി അവർ കുടിക്കത്തില്ല. അതുപോലെ നാം വേർതിരിക്കപ്പെട്ടിരുന്നവരാ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമാകുന്നു. അവരോടാ പറയുന്നത്. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുക. അങ്ങനെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഒരു രക്ഷിത ഗണമായ യഹൂദൻ എന്ന് പറയുന്നത്. രക്ഷ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന കാര്യമാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരു വാക്യം കൂടെ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം കൂടെ വായിച്ചു കേൾപ്പിക്കാം.
യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. അവിടെ പറയാം, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. ഇവിടെ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നതെന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷാണ് അതിന്റെ കറക്റ്റ്. ഈ വർഷിപ്പ് ഈ നോ നോട്ട് വാട്ട് വി നോ വാട്ട് വി വർഷിപ്പ്, ഫോർ സാൽവേഷൻ ഈസ് ഓഫ് ദ ജ്യൂസ്. രക്ഷ യഹൂദനുള്ളതാണ് എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. യഹൂദനിൽ നിന്ന് വരുന്നു എന്നുള്ളതിനെക്കാട്ടിൽ യഹൂദനുള്ളതാണ് രക്ഷ. അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇവിടെ നമുക്ക് അതിനോട് അടുക്കുവാനോ ആ രക്ഷയ്ക്ക് അവകാശം പറയുവാനോ യോഗ്യത ഉണ്ടായിരുന്നവരല്ല. എന്നാൽ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുക. ആ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു, ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർത്തു. അവയുടെ ഇടയിൽ ഒട്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തോ യഹൂദനോട് ചേർന്ന് നമ്മളെ ഒട്ടിച്ചു എന്ന്. അത് കാരണം നമ്മൾ ഭയങ്കരമായിട്ട് അവരെ ഒടിച്ചു കളഞ്ഞു. അവർക്കായിരുന്നു ഇത് കിട്ടേണ്ടുന്നത്. ബട്ട് ഫോർ സം റീസൺ അവർ ദൈവത്തെ അനുസരിച്ചില്ല. അവരെ ദൈവം യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിച്ചു വന്നു. അത് കാരണം ദൈവം കോപിച്ചിട്ട് അവരെ വിട്ടുകളഞ്ഞു. ഇതെല്ലാം പമ്പര വിട്ടിത്തരം, ഇതെല്ലാം പരമ തെറ്റാ. യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിച്ചു എന്നുള്ളത് ശരിയാ. എന്നാൽ കർത്താവ് ക്രൂശിൽ വെച്ച് തന്നെ പ്രാർത്ഥിക്കുക, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അവിടെ വെച്ച് തന്നെ ദൈവം അവരോട് ക്ഷമിക്കുക. അവരുടെ രക്ഷാ പദ്ധതി അവിടെ വെച്ച് വിട്ടുകളഞ്ഞിട്ടില്ല. കർത്താവിന്റെ മരണം അടക്ക പുനരുദ്ധാനത്തിന്റെ കറക്റ്റ് എണ്ണി 50-ാമത്തെ ദിവസം വാഗ്ദത്ത പ്രകാരം അവരുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത പോലെ പരിശുദ്ധാത്മാവിനെ അയക്കുക. പെന്തക്കോസ് അവരുടെ മധ്യത്തിൽ നിറവേറുക. ദൈവമൊന്നും അവരെ വിട്ടുകളഞ്ഞിട്ടില്ല. പത്രോസ് അപ്പോസ്തലൻ അവിടെ നിന്ന് പ്രസംഗിക്കുക, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കാം, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ദൈവം അവരെ കൈവിട്ട് കളഞ്ഞിട്ടാണോ പത്രോസിനെ കൊണ്ട് ഈ ഓഫർ അവർക്ക് കൊടുക്കുന്നത്? 3-ാമത്തെ അധ്യായം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം. അവിടെ 5000 പേരോളം രക്ഷിക്കപ്പെട്ടിരിക്കുക. അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പത്രോസും യോഹന്നാനും അവിടെ നിന്ന് പ്രസംഗിക്കുക. അവരോട് പ്രസംഗിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കും. ഇവിടെ പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു. ഇത് അബദ്ധം പറ്റിപ്പോയതാ. നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ ക്രൂശിച്ചു കൊന്നു. നമ്മുടെ മശിഹായെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല. റൈറ്റ്. അത് ദൈവമോ തന്റെ കഷ്ടം അനുഭവിക്കുന്ന സകല പ്രവാചകന്മാർ മുഖാന്തരം അറിയിച്ചിരുന്നത് ഇങ്ങനെ നിവർത്തിച്ചു. നിങ്ങളാൽ അത് നിറവേറപ്പെട്ടു, നടന്നു. റൈറ്റ്, കുഴപ്പമില്ല. അതുകൊണ്ട് എല്ലാം തീർന്നില്ല. നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുകയും എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻനിയമിക്കപ്പെട്ടവായ ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. നിങ്ങളുടെ രാജാവായിട്ട് യേശുവിനെ അയക്കുമെന്നും അവൻ രാജാവായിട്ട് ആ നീതിയോട് ഒരു രാജാവ് നിത്യം യഹൂദനെ ഇസ്രായേലിനെ വാഴുമെന്നും ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അവൻ കർത്താവിനെ അയക്കും. നിങ്ങൾക്ക് ആശ്വാസകാലങ്ങൾ വരും. അന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെടണമെന്നെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവാൻ പറയുക. ഇതൊന്നും അവരെ കൈവിട്ടതിന് ശേഷം കൊടുക്കുന്ന ഓഫറല്ല. ദൈവം അവരെ കൈവിട്ടിട്ടില്ല. അപ്പോസ്തലപ്രവൃത്തികളെ 7-ാം അധ്യായം വരെ ദൈവം അവരെ കൈവിട്ടിട്ടില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും പത്രോസൊക്കെ നടക്കുന്ന നിഴൽ അടിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ആൾക്കാർ എഴുന്നേറ്റ് വീട്ടിൽ പോകും സൗഖ്യമായിട്ട്. അതുപോലെ അമാനുഷികമായ ശക്തിയായി ഈ മലയോട് ഇവിടുന്ന് ചാടി കടലിൽ പോയി വീഴാൻ പറഞ്ഞാൽ പോയി വീഴും. അത്രയ്ക്ക് അധികാരം ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നത്. വിട്ടുകളഞ്ഞിട്ടാ, യഹൂദനെ കൈവിട്ട് കളഞ്ഞിട്ടാ ഈ അധികാരം കൊടുത്തേക്കുന്നത്. ദൈവം യഹൂദനെ കൈവിട്ടിട്ടില്ല. ദൈവം കൈവിടുന്നത് അവർ പരിശുദ്ധാത്മാവിനെതിരെയുടെ ദൂഷണം പറയുമ്പോഴാണ്. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞുകൊണ്ട് സ്തെഫാനോസിനെ എറിഞ്ഞുകൊള്ളുമ്പോഴാണ് ദൈവം ഇസ്രായേലിനെ കൈവിടുന്നത്. അതിന്റെ അടുത്ത അധ്യായത്തിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു അപ്പോസ്തലനെ വിളിക്കുക. അതാണ് പൗലോസ് അപ്പോസ്തലൻ. തന്നിൽ കൂടെ ദൈവം സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നൊരു കാലഘട്ടം ആരംഭിക്കുക. ഇതിനെയാണ് കൃപായുഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഈ ഒലിവ് മരത്തെ ശരിക്കും മനസ്സിലായില്ല. നമ്മളെ ഇസ്രായേലിൽ വെട്ടിച്ചേർത്ത് ഒട്ടിച്ചു. അവര് ദൈവത്തെ ക്രൂശിച്ചു കൊന്നു. അന്ന് ദൈവം കോപത്തിൽ അവരെ വിട്ടുകളഞ്ഞു. അതിന് പകരം നമ്മളെ കാട്ടിൽ വരുന്നു, നമ്മളെ വെട്ടി അതിൽ ഒട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് പോലും അറിയാൻ വയ്യാത്ത രീതിയിൽ നമ്മളെ വെട്ടി ഒരു തെറ്റായ പഠിപ്പിക്കൽ ഒട്ടിക്കുക. ഒരു റീപ്ലേസ്മെന്റ് ഇവിടെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരു റീപ്ലേസ്മെന്റ് തിയോളജിയിൽ ഒട്ടിക്കുക. ഇന്നത്തെ ഒട്ടുമുക്കാലും ക്രിസ്ത്യാനിക്ക് റീപ്ലേസ്മെന്റ് തിയോളജി അറിയാം. എന്നാൽ 100% വിശ്വസിക്കത്തില്ല
അവര് റീപ്ലേസ്മെന്റ് തിയോളജിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. കാര്യം അവന് പോലും അറിയാത്ത രീതിയിൽ അവനെ ഇതിൽ മുക്കിയിരിക്കുക. ഇന്ന് നിങ്ങൾ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുന്ന വിശ്വാസത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റീപ്ലേസ്മെന്റ് തിയോളജിയിലാണ്. നിങ്ങൾ ജലസ്നാനം സ്വീകരിച്ച് രക്ഷിക്കപ്പെടാനിരിക്കുന്നുവെങ്കിൽ അത് റീപ്ലേസ്മെന്റ് തിയോളജിയാണ്. കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന വിശ്വാസത്തിലാണെങ്കിൽ മത്തായി 28 മർക്കോസ് 16 ഒക്കെ പറഞ്ഞിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷനിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ റീപ്ലേസ്മെന്റ് തിയോളജിയിലാണ്. പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ എന്നുള്ള പ്രത്യാശയിലാണ് നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ റീപ്ലേസ്മെന്റ് തിയോളജിയുടെ ഭാഗമാണ്. യേശു ക്രിസ്തുവിന്റെ 2ാം വരവ് രാജാതി രാജാവായിട്ട് വരുന്നതിനെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ റീപ്ലേസ്മെന്റ് തിയോളജിയിൽ നിങ്ങളെ മുക്കിയിരിക്കുക. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ റീപ്ലേസ്മെന്റ് തിയോളജിയിൽ. 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമനപ്പെട്ട് എന്ത് യാചിച്ചാലും ഞാൻ അവർക്ക് ലഭിക്കും എന്നൊരു വിശ്വാസത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ റീപ്ലേസ്മെന്റ് തിയോളജിയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടുവീൻ തുറക്കപ്പെടും, യാചിപ്പീൻ കിട്ടും, ലഭിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ ഇന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റീപ്ലേസ്മെന്റ് തിയോളജിയിലായിരിക്കുന്നത്. നിങ്ങൾ കൈവച്ചാൽ സൗഖ്യം വരും, അത്ഭുതങ്ങൾ കാണും, വീര്യപ്രവർത്തികൾ കാണും എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റീപ്ലേസ്മെന്റ് തിയോളജിയുടെ ഭാഗമാണ്. അത് നിങ്ങൾക്ക് പോലും മനസ്സിലാകാത്ത രീതിയിൽ നമ്മളെ പാരമ്പര്യമായിട്ട് നാം ഇന്ന് അതിൽ അകപ്പെട്ടു പോയിരിക്കുക, നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുക. അതുകൊണ്ടാണ് ഈ ഒലിവ് മരം ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. നിങ്ങൾ യഹൂദന്റെ ഭാഗമല്ല. ആ ഒലിവ് മരം യഹൂദനല്ല, അത് ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയാണ്. അതിൽ യഹൂദനെ ഉണ്ടായിരുന്നുള്ളൂ. അവർ ദൈവത്തിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ വെട്ടിക്കളഞ്ഞു. അതിനുശേഷം കാട്ടൊലിവായിരുന്നു നമ്മളെ വെട്ടി ആ രക്ഷാ പദ്ധതിയിൽ ഒട്ടിച്ചു. അത് ദൈവമായി, യേശു ക്രിസ്തു ആ പദ്ധതി, കർത്താവിലൂടെയാണ് ആ പദ്ധതിയിൽ നമ്മൾ ആയിരിക്കുന്നത്. ഇന്ന് ഈ കാണുന്ന മാനസാന്തരത്തിലൂടെ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതോ നിങ്ങൾ ജലസ്നാനത്തിൽ രക്ഷിക്കപ്പെടുന്ന പദ്ധതിയിലോ അല്ല നിങ്ങളായിരിക്കുന്നത്. കർത്താവ് അഖിലാണ്ടത്തിന് ഉടയവനായ ദൈവം, അവൻ എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യനായിട്ട് ലോകത്തിൽ അവതരിച്ചു. ഞാൻ പാപിയായിരുന്നു, എന്നെ രക്ഷിക്കാൻ ഈ ലോകത്തിൽ ഒരു സംഗതിക്കും കഴിയത്തില്ലായിരുന്നു. ഞാൻ ജാതീയനായിരുന്നു. ഒരു രക്ഷാ പദ്ധതിയും ഒരു രക്ഷാമാർഗവും എനിക്കില്ലായിരുന്നിടത്തുനിന്ന് എന്നെ രക്ഷിപ്പാൻ കർത്താവ് എനിക്ക് പകരമായി എൻ്റെ മരണം അവൻ കാൽവറിയിൽ ഏറ്റെടുത്തു. ആ കാൽവറിയിലൂടെ ഒഴികെ തങ്ക നിണത്തിലെ വിശ്വാസത്താൽ മാത്രമാണ് ഞാനിന്ന് രക്ഷിക്കപ്പെടുന്നത്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആ നേരം പരിശുദ്ധ ആത്മാവിനാൽ എന്നെ മുദ്രയിടുക. ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല, ഇതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് ഇന്ന് ക്രിസ്തീയ രക്ഷാമാർഗം എന്ന് പറയുന്നത്. സപ്പോസിഡ്ലി ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അതായിരിക്കണം. എന്നാൽ ഒരൊറ്റ ക്രിസ്ത്യാനിക്ക് ഇന്ന് എന്താണ് ക്രിസ്തീയ മാർഗമെന്നേ അറിയത്തില്ല, എന്തിൽ വിശ്വസിക്കണമെന്ന് അറിയത്തില്ല. യഹൂദിയ വിശ്വാസം മുഴുവനും, കിങ്ഡം ഗോസ്പൽ മുഴുവനും അതുപോലെ പകർത്തിയെടുത്ത് നമ്മളെന്തോ യഹൂദന്റെ ഭാഗമാണെന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു വിശ്വാസത്തിലായിരിക്കുക. ഇന്ന് the moment you trust in the death, burial and resurrection of Jesus Christ, Holy Spirit comes into you. നമ്മുടെ ആത്മാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വരിക. ആ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന അതേ ആത്മാവ് കൊണ്ട്, ആ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും, പുനരുജ്ജീവിപ്പിക്കും, തേജസ്സും ചൈതന്യമുള്ളതാക്കി തീർക്കും. അതാ ക്രിസ്തീയ മാർഗം. നിങ്ങൾ കാത്തിരുന്ന് നിങ്ങൾ പുണ്യപ്രവർത്തികൾ ചെയ്ത് നിങ്ങൾ വിശുദ്ധനായിട്ട് ജീവിച്ച് കാണിച്ച് രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതി അല്ല ഇത്. കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുക. ഈ ഒലിവ് മരത്തിൽ നമ്മെ വെട്ടി ഒട്ടിച്ചെന്നുള്ളത് കറക്റ്റാ. പക്ഷെ ആ ഒലിവ് മരം എന്താണെന്ന് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മഹാ തെറ്റിൽ ചെന്ന് ചേരും. ആത്മീക ഇസ്രായേൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതിയാണ് ഈ ഒലിവ് മരം കാണിക്കുന്നത്. അതിന്റെ തായ് വേരും അതിന്റെ തായ് തടിയും എല്ലാം ക്രിസ്തുവാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആ വേരും തടിയും എല്ലാം യഹൂദ പിതാക്കന്മാരാണ്. അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ഒക്കെയാണ് നമുക്ക് പറയാം. യെസ്, ഓഫ് കോഴ്സ്, അവരെല്ലാം ആ ദൈവിക അനുഗ്രഹത്തിന്റെ ഭാഗമായിരുന്നത് കൊണ്ട് അവരാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ അതിൽ ഈ യഹൂദനാശ രാഷ്ട്രം, കിങ്ഡമായിട്ട് അവരെ രക്ഷിക്കുന്ന ദൈവിക പദ്ധതിയായിരുന്നു. അവർ പരിശുദ്ധാത്മാവിനെതിരെ കൂടെ ദൂഷണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം ആ കൊമ്പുകളെ വെട്ടിക്കളയുവാനായിട്ട് ഇടയായി. അത്രമാത്രം ജനം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നില്ല, ആ രക്ഷാ പദ്ധതിയെ തിരിച്ചറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ദൈവം അവരെ വെട്ടിക്കളയുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ബ്രോക്കൺ ഓഫ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് അവിശ്വാസികളായ ഇസ്രായേലാണ്. മുഴുവൻ എണ്ണത്തിനും വെട്ടിക്കളയുവാനായിട്ട് ഇടയായി. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അവർ ഓടിപ്പോകുവാനിടയായി. പോയ ദേശത്തൊന്നും അവരെ പൂവിട്ട് ആരാധിക്കുകയായിരുന്നില്ല.
എല്ലാം കഷ്ടത്തിൽ കൂടി ഭയങ്കര നീചമായ മരണമാണ് അവർക്കൊക്കെ ലഭിച്ചത്. കർത്താവിനെതിരായിട്ടും പരിശുദ്ധാത്മാവിനെതിരായിട്ടും തിരിഞ്ഞത്. ഈ ലോകത്തിൽ നിങ്ങളോട് ക്ഷമിക്കത്തില്ല, വരുവാനുള്ളതിലും ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞു. ആ തലമുറ മുഴുവനും, ഒരു 10-20 തലമുറ മുഴുവനും വൈപ്ഡ് ഓഫ് ആയിപ്പോയി. എന്നാൽ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. അവരുടെ പിതാക്കന്മാരോടുള്ള വാഗ്ദത്തമാണ്. വരാനിരിക്കുന്ന ഒരു തലമുറയുണ്ട്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഒരു തലമുറയുണ്ട്. ദൈവം അവരെ രക്ഷിക്കും, അവരെ യഥാസ്ഥാനപ്പെടുത്തും. റിമൈനിങ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് വിശ്വാസികളായ ഇസ്രായേലാണ്. വൈൽഡ് ഒലിവ് എന്ന് പറയുന്നത് കാട്ടൊലിവായിരുന്ന നമ്മളാ, ജാതികളായ നമ്മളെ അതിൽ വെട്ടി ഒട്ടിച്ചിരിക്കുക. നമുക്ക് അതിന്റെ ഭാഗമായി തരുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുക. 11-21 വാക്യം മുതൽ വായിക്കാം. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. ഇവിടെയൊക്കെ പറയുന്നത്, well, because of unbelief they were broken off, and thou standeth by faith, be not high minded but fear. ഞെളിയാതെ ഭയപ്പെടുക എന്നൊക്കെ പറയുന്നത്, യഹൂദൻ ദൈവത്തിന്റെ ജനവും നാച്ചുറൽ ബ്രാഞ്ചസാ, സ്വാഭാവിക കൊമ്പുകളാണ്. അബ്രഹാമിൽ കൂടെ ഉണ്ടായ ജനം, അവരെ ദൈവം വിട്ടുകളഞ്ഞത് കണ്ടോ? വിട്ടുകളയുമെന്ന് ദൈവം പറഞ്ഞിട്ടില്ലായിരുന്നു, എന്നാൽ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ വിട്ടുകളഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെട്ടി ഒട്ടിച്ച നിന്നെ വിട്ടുകളയും. അത് നാം രക്ഷയിൽ നിന്ന് വീണുപോകുന്നല്ല പറയുന്നത്. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ രക്ഷ ലഭിക്കത്തില്ല. ഇതിനൊരു ടൈം പീരീഡ് ഉണ്ട്. അത് റാപ്ചറോട് കൂടി തീരും. ആ റാപ്ചറിന് ശേഷം നമ്മൾ പിന്നെ കർത്താവേ ഞാൻ ഈ ബൈബിൾ അനുസരിക്കുന്നു, ഞാൻ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, ഒരു ഗുണവുമില്ല. നമ്മളെ വെട്ടിക്കളഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. ആ കാലത്ത് നമുക്കിതിൽ നിലനിൽക്കാനോ രക്ഷിക്കപ്പെടുവാനോ കഴിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ബി നോട്ട് ഹൈ മൈൻഡഡ് ബട്ട് ഫിയർ. ഈ കാലഘട്ടം ഇതാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം എന്ന് പറയുന്നത്. ഈ ഒരു കാലത്തിലാണ് ദൈവം നമുക്ക് അത് ഒരുക്കിയിരിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വരും. അവരെ വെട്ടിക്കളയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്നെയും വെട്ടിക്കളയുന്ന ഒരു കാലം വരും. ഇതെല്ലാം കാലഘട്ടതയാ കാണിക്കുന്ന, അല്ല രക്ഷാ പദ്ധതിയല്ല. നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നു, മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും. ഇസ്രായേലിനെ വെട്ടിക്കളഞ്ഞു. ദൈവം വളരെ കർക്കശക്കാരൻ ആ വിഷയത്തിൽ. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോട് ഇവിടെയും ക്ഷമിക്കത്തില്ല, വരുവാനുള്ളതിലും ക്ഷമിക്കത്തില്ല എന്ന് പറയുന്ന ജനത്തെ മുഴുവനും വെട്ടിക്കളഞ്ഞു. ആ കാലഘട്ടത്തിൽ ദൈവം അവരെ പിന്നെ യഥാസ്ഥാനപ്പെടുത്തിയില്ല. ഒരു 10-20 തലമുറ മുഴുവനും പട്ടുപോയി. നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഇവിടെ നമ്മളെ വെട്ടി നിത്യ നരകത്തിൽ പോകാവുന്ന ഒരു കാലത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇത് മനസ്സിലാകാതെ പോയി കഴിഞ്ഞാൽ, സത്യം എന്താണെന്ന് അറിയാതെ 85 വയസ്സ് വരെ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ലാതെ പോകും. മൂക്കിൽ നിന്ന് ശ്വാസം പോകുന്ന ആ സെക്കൻഡിൽ നമുക്ക് മനസ്സിലാവും, ഭയങ്കര അബദ്ധം പറ്റിപ്പോയി, ഭയങ്കര ചതിയായി പോയി, ഞാൻ ഈ സത്യം അറിയാതെ പോയി എന്നുള്ളത്. പക്ഷെ അന്ന് അറിഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. ഓരോ ആത്മീയ നേതാക്കന്മാർ നിങ്ങളുടെ കൈക്ക് പിടിച്ച് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ അവിടെ കാണത്തില്ല. കർത്താവിന്റെ കണ്ണിൽ മുഖത്തോട് മുഖാമുഖം നോക്കി നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഇതിന് സമാധാനം പറയണം. അന്ന് ഇതിനൊക്കെ നമ്മൾ അക്കൗണ്ട് കൊടുത്ത് നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. സത്യം എന്താണെന്ന് തിരിച്ചറിയുവാൻ തലയ്ക്ക് ബുദ്ധിയും ബോധവും ഉള്ള സമയത്ത് ഇത് മനസ്സിലാക്കുവാൻ, ആരൊക്കെ എതിര് പറഞ്ഞാലും, ആരൊക്കെ നമുക്ക് എതിരായിട്ട് തിരിഞ്ഞാലും, ആകാശം ഇടിഞ്ഞ് തല വീണെന്ന് പറഞ്ഞാലും, ഇതാണ് സത്യം. ഈ സത്യത്തിനപ്പുറത്ത് വേറെ ഒരു സത്യവും ഉലകത്തിലില്ല. സോറി, ഞാൻ നിങ്ങളെ വാക്യം കാണിക്കാൻ വിട്ടുപോയി. ആകയാൽ ദൈവത്തിന്റെ കണ്ണിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ കണ്ണിതവും. നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അതായത് അവർ അൺബിലീഫിൽ തുടരാതിരുന്നാൽ, വിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ എന്നല്ല, അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ. ഇപ്പോഴവരായിരിക്കുന്നത് അവിശ്വാസത്തിലാണ്. അതിൽ കണ്ടിന്യൂ ചെയ്യാതിരുന്നാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ എന്നാ പറയുന്നത്. ആൻഡ് they also, if they abide not still in unbelief, shall be grafted in, for God is able to graft them in again. അവരെ വീണ്ടും ഒട്ടിക്കാൻ ദൈവം ശക്തനല്ലോ എന്ന് പറയും. ഇസ്രായേലിനെ ദൈവം തിരിച്ചൊട്ടിക്കും. കാര്യം ദൈവത്തിന്റെ പ്രോമിസ് അത്. 24, സ്വഭാവത്തിൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ അശേര പ്രതിഷ്ഠയും ബാൽ വിഗ്രഹത്തിനെയും കുമ്പിട്ടിരുന്ന നിന്നെ
വെട്ടി ഒട്ടിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുണ്ടെങ്കിൽ സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളെ, അബ്രഹാമിന്റെ സന്തതിയെ, ആ വാഗ്ദത്ത സന്തതിയെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും? ഹല്ലേലൂയ. ഇതാണ് ഈ ഒലിവ് മരത്തിൽ കൂടെ പറയുന്നത്. 25-ാമത്തെ വാക്യം, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ സത്യം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ബുദ്ധിമാന്മാരാണ് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം, ഇതൊരു മിസ്റ്ററിയാണ്, ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം. ഇത് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു നമ്പർ. ജാതികളുടെ ഒരു സംഖ്യയുണ്ട്. ആ സംഖ്യ ചേർന്ന് കഴിയുമ്പോൾ ആ പദ്ധതി ക്ലോസ് ആവും. ഈ കൃപായുഗത്തിന്റെ വാതിൽ അടയും. അത് ഏകദേശം അവസാന നിമിഷത്തിൽ എത്തിയിരിക്കുക. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൃപായുഗം എന്ന് തീരുമെന്ന് ബൈബിളിൽ എന്തോ അടയാളം പറഞ്ഞിരിക്കുന്നതുകൊണ്ടല്ല. ഒരടയാളവും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു പ്രീ റിക്വസിറ്റും അതിനില്ല. ഇന്ന് രാത്രി വേണമെങ്കിലും നടക്കാം. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ അന്ത്യകാലം ആയിരിക്കുന്നതെന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാലം കഴിയുമ്പോൾ ഒരു പുതിയ പദ്ധതി ആരംഭിക്കണം. ആ പദ്ധതിയുടെ കാര്യങ്ങളെല്ലാം സെറ്റായിരിക്കുക. അതാണ് നമ്മൾ ഈ കാണുന്നത് മുഴുവനും. അത് റെഡി ആയിരിക്കുന്നത് കൊണ്ട്, അത്തി തളിർക്കാൻ തുടങ്ങുന്നത് കൊണ്ട് വേനൽ അടുത്തിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടായി പറയുന്നത് കൃപായുഗം പൂർണ്ണസംഖ്യ ചേരുവാർ കാലമായി എന്ന് പറയുന്നത്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഈ അന്ത്യകാലമാണ് ഇതെന്ന് പറയാൻ കാര്യം ഏതാ? അന്ത്യകാലം വരാനിരിക്കുന്നതേ ഉള്ളൂ. നാം ഇവിടുന്ന് പോയി കഴിയുമ്പോഴാണ് അന്ത്യകാലം ആരംഭിക്കുന്നത്. ചിലർക്ക് ഈ കാര്യം അറിയാതെ ഇത് അന്ത്യകാലമാണ്, ഇവിടെ കള്ളപ്രവാചകന്മാർ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്നവരുണ്ട്. അന്ത്യകാലം എന്താണെന്നേ ആ പറയുന്ന ആളിന് അറിയത്തില്ല. ബൈബിളിന്റെ ABCD അറിയാമെന്നുണ്ടെങ്കിൽ ഇത് അന്ത്യകാലമാണെന്ന് പറയത്തില്ല. ഇത് അന്ത്യകാലം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. ഒരു വിധത്തിൽ കൃപായുഗത്തിന്റെ അന്ത്യമാണെന്ന് നമുക്ക് പറയാം. കാര്യം അടുത്ത കാലഘട്ടം, അതായത് ഈ നടക്കാൻ പോകുന്ന ട്രിബുലേഷൻ പീരീഡിൽ എന്ത് വരാൻ പോകുന്നു അതിനുള്ള സ്റ്റേജ് സെറ്റായി കിടക്കുന്നത് കൊണ്ട് നമുക്ക് പറയാം ഇത് അന്ത്യകാലമാണെന്നുള്ളത്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. അവർക്ക് അംശമായിട്ട് കാഠിന്യം സംഭവിച്ചിരിക്കുക. അവരിന്ന് ലോകത്തിലെ ഒരു പ്രധാന സംഗതിയുമല്ല. അവർക്ക് ദൈവിക അനുഗ്രഹമോ ദൈവം രാജാതിരാജാവായിട്ട് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയോ ഒന്നും ചെയ്യുന്ന ഒരു കാലമല്ല ഇത്. എന്നാൽ ദൈവത്തിന് അവരെക്കുറിച്ച് പദ്ധതിയുണ്ട്. അതിന് പ്രകാരം ദൈവം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുക. ദൈവം അവർക്ക് വേണ്ടി ഒരു യുദ്ധം ചെയ്യുന്ന ഒരു സമയം വരാൻ പോവുക. ദൈവം അവരുടെ ദൈവമായിട്ട് അവരെ പണ്ട് മിസ്രൈമിൽ നിന്ന് കൈക്ക് പിടിച്ച് നടത്തിക്കൊണ്ട് വന്നമാതിരി ഒരു കാലഘട്ടം വരാൻ പോവുക. ഇന്ന് അവർക്ക് ഒരു പ്രത്യേകതയുമില്ല. ഇന്ന് എല്ലാ മനുഷ്യരും ഒരുപോലെ. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. അവർ രക്ഷിക്കപ്പെടുന്ന ഒരു കാലത്തിലേക്ക് വരും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. കർത്താവ് രണ്ടാമത് രാജാതിരാജാവായിട്ട് വരും. ഇതിനെയാണ് കർത്താവിന്റെ വരവെങ്കിൽ ഒരു ഗ്രേറ്റ് ഡേ ഓഫ് അറ്റോൺമെന്റ്, മഹാപാപ പരിഹാര ദിനം. അതിനെയാണ് അവർ ഈ ആരാധിച്ചു പോരുന്നത്. അവരുടെ 6ാമത്തെ പെരുന്നാൾ യോം കിപ്പോർ എന്ന് പറയും. യോം കിപ്പോർ. ആ മഹാപാപ പരിഹാര ദിനം വരും. അന്ന് കർത്താവിന്റെ വരവിൽ നടക്കും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം അവരോട് പറഞ്ഞിരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. ദൈവം അവരുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത പ്രിയ ജനമാവര്. നമ്മൾ നിമിത്തം ഇപ്പോഴവരെ ശത്രുക്കളാണ്. കാര്യം നമ്മെ വീണ്ടെടുക്കുവാനായി ദൈവം ഈ കാലഘട്ടം അവരെ വിട്ടുകളഞ്ഞു. അവരെ അൺബിലീഫിൽ അടച്ചു കളഞ്ഞു. കാര്യം ദൈവത്തിന് എല്ലാവരോടും കരുണ തോന്നുവാനും ഇത് ഒരു കരുണാ കാലഘട്ടമായി നിലനിർത്താനും ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ. ഒരു രാഷ്ട്രത്തിനും പ്രത്യേക ഒരു പ്രിവിലേജും ഇല്ല. ആ ഓരോ ഇൻഡിവിജ്വൽസും വിശ്വസിക്കുന്നവർക്ക് ഈ രക്ഷാ പദ്ധതിയിലേക്ക് വരാനുള്ള ഒരു കാലഘട്ടം ദൈവം തുറന്നിരിക്കുക. അതാ ഈ വാക്യത്തിൽ പറയുന്നത്. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ല. അവരോട് ദൈവം കൊടുത്തിരുന്ന വാഗ്ദത്തമുണ്ട്. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കരുണ ലഭിച്ചു. അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. അടുത്ത വാക്യം. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും രക്ഷ കർത്താവിന്റെ കൃപയാലാണ്. കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക. ദൈവം നമ്മെ കൈവിട്ട് കളഞ്ഞിരുന്നു. കാര്യം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കാരണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കെന്താ ദ ടവർ ഓഫ് ബാബേൽ, ബാബേല് ഗോപുരം പണിത് ദൈവത്തിനെതിരായിട്ട് നോഹയുടെ വെള്ളപ്പൊക്കത്തിന് ശേഷം ആ ബാബേൽ ഗോപുരം പണിയുന്ന ആ സമയത്ത് ദൈവം കോപിച്ചിട്ട് അവരുടെ ഭാഷയെ ചിഹ്നിക്കുകയും ലോകം മുഴുവനും നമ്മളെ ചിതറിച്ച് കളയുകയും ചെയ്തു. അതിനുശേഷം ദൈവത്തെ അറിയാതെ ജാതികളായിട്ട് നമ്മൾ തുടരുകയാണ് ഉണ്ടായത്. ഒന്നാമത്തെ അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ റോമാലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതിന് 24, 26 വാക്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ദൈവം തന്നെ നമ്മളെ കൈവിട്ട് കളഞ്ഞിരുന്ന ഭാഗമാണ്. ഇത് കണ്ടില്ലയോ? അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ആരേൽപ്പിച്ചു? ദൈവം ഏൽപ്പിച്ചു. നമ്മളെ ദൈവം കൈവിട്ട് കളഞ്ഞു. ജാതികളായിരുന്ന നമ്മളെ ദൈവം കൈവിട്ട് കളഞ്ഞു. കാര്യം അതുപോലെ നമ്മൾ അറയ്ക്കപ്പെട്ടവരായിരുന്നു. 26 നോക്കിയേ, അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. ആരേൽപ്പിച്ചു? ദൈവം ഏൽപ്പിച്ചു. അടുത്ത വാക്യം നോക്കിയേ, 28 വാക്യം, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിനാൽ തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. നമ്മളെ ഇതുപോലെ ദൈവം തള്ളിക്കളഞ്ഞിരുന്നത്, എന്നാൽ ഇവിടെ നിന്ന് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുക. ഇതുപോലെ ദൈവം യഹൂദനെ ഈ കാലഘട്ടത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുക, വിട്ടുകളഞ്ഞിരിക്കുക. അവൻ ഇന്ന് ആ ഒലിവ് മരത്തിൽ ഇല്ല. ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായിട്ട് രക്ഷിക്കപ്പെടുവാനുള്ള അവസരം ദൈവം തുറന്നിരിക്കുക. അതുകൊണ്ടാണ് 11 അധ്യായത്തിന്റെ 32 വാക്യത്തിൽ പറയുന്നത്, ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വാക്യമാണ്, ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. നമുക്ക് ഗ്രഹിപ്പാൻ ഒരു മനുഷ്യനും സ്വർഗത്തിൽ ഒരു സ്വർഗീയ ദൂതന് പോലും ഗ്രഹിക്കാൻ വയ്യാത്ത ദൈവിക പദ്ധതികളായിരുന്നു ഇത് മുഴുവനും. ഉലകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം പ്ലാൻ ചെയ്തിരുന്ന ദൈവിക പദ്ധതി, അതിനെയാണ് ആ ഒലിവ് മരത്തിൽ കൂടി കാണിക്കുന്നത്. കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആർ, അവന് മന്ത്രിയായിരുന്നവൻ ആർ, അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. ഹല്ലേലൂയ. ഒരു വലിയ അനുഗ്രഹീയ പദ്ധതിയാണ്. നമുക്ക് എങ്ങനെ ഇത് ലഭിച്ചു എന്നുള്ള ഒരു വലിയ അനുഗ്രഹീത പദ്ധതിയാണ് പത്രോസ് ഈ അധ്യായത്തിൽ കൂടി പൗലോസ് അപ്പോസ്തലൻ ഈ അധ്യായത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇന്ന് ഈ കൃപായുഗത്തിൽ ഒരു ഫേവറബിൾ നേഷനും ഇല്ല. രാഷ്ട്രമായിട്ട് രക്ഷിക്കുന്ന ഒരു പദ്ധതിയും ഇവിടെ ഇല്ല. കിങ്ഡം ഓഫ് ഹെവൻ അല്ലെങ്കിൽ കിങ്ഡം ഗോസ്പൽ എന്നൊരു പദ്ധതി ഈ കാലഘട്ടത്തിൽ ഇവിടെ വാലിഡ് അല്ല. മറിച്ച് നഷ്ടപ്പെട്ടു പോയ പാപികളായ ഒരു വലിയ കൂട്ടമാണ് ഇന്ന് ലോകത്തിലുള്ളത്. 800 കോടി പാപികളുടെ ഒരു കൂട്ടമാണ് ഇന്ന് ഈ ലോകത്തിലുള്ളത്. ആ 800 കോടിക്കും തൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെടാൻ കഴിയുന്ന ഒരു ഗ്രേസ് പീരീഡ് ഓപ്പൺ ആയിരിക്കുക. അതിൽ ഒരു ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും രക്ഷിക്കപ്പെടുവാൻ കഴിയുന്ന ഒരു ദൈവിക പദ്ധതി തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ കാൽവറിയിൽ തകർത്ത് ഒരു മറുവില യാഗം നമ്മുടെ പാപത്തിന് പരിഹാരമായി നടത്തിയിരിക്കുക. അതിലെ ആഴമായ വിശ്വാസത്താൽ വിശ്വസിക്കുന്ന ആ മൊമെന്റിൽ തന്നെ രക്ഷിക്കപ്പെടുകയും പരിശുദ്ധ ആത്മാവിനാൽ വീണ്ടെടുപ്പിൻ നാൾ വരെ നമ്മളെ മുദ്രയിടുകയും ചെയ്യുന്ന ഒരു വലിയ ദൈവിക പദ്ധതിയിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുക. അവന്റെ ആ കാൽവറിയിലെ മറുവില യാഗത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഇന്ന് രക്ഷയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ വായിച്ച ഭാഗം ഒരിക്കൽ കൂടി വായിച്ച് അവസാനിപ്പിക്കാനായിട്ട് പോകാം. 32 മുതൽ വായിക്കാം. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. ഒരു കണ്ണിന് തോന്നിയിട്ടില്ല, ഒരു ഹൃദയത്തിൽ ഇത് തോന്നിയിട്ടില്ല, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല. ഇതിനെയാണ് ആ വാക്യത്തിൽ പറയുന്നത്. നമുക്കല്ലാതെ ഈ ലോകത്തിലെ അനുഗ്രഹം വരുമ്പോഴല്ല ആ വാക്യം പറയുന്നത്. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ആ രക്ഷാ കാലഘട്ടം ഒരു കണ്ണിൽ കണ്ടിട്ടില്ല, ഒരു ചെവിയിൽ കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ അത് തോന്നിയിട്ട് പോലുമില്ല. അതെത്ര അഗോചരവും അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. കഴിഞ്ഞ 32 ക്ലാസ്സുകളിലും എന്നോടൊപ്പം ചേർന്നിരുന്ന അനേകര് ഈ കൂട്ടത്തിൽ ഇന്നത്തെ ക്ലാസ്സിലുമുണ്ട്. ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഭാഗികമായി അറ്റൻഡ് ചെയ്തവരുമുണ്ട്. എല്ലാവർക്കുമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇത് ബൈബിൾ വിതിൻ ദ ബൈബിൾ എന്ന് പറയുന്ന ഒരു ദൈവിക പ്രമേയമാണ് ഈ റോമാലേഖനം എന്ന് പറയുന്നത്. ഡോക്ട്രിനൽ ബുക്ക് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നറിയപ്പെടുന്ന ഒരു പുസ്തകമാണ്. ഈ പഠനം
നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുക. തിരുവചനം നിങ്ങളുടെ കാലുകൾക്ക് ദീപമായി, നിങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായി, മുന്നോട്ടുള്ള ഗമനത്തിൽ നിങ്ങളെ ഈ വചനം നയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. 2025 ഒരിക്കൽ കൂടി ദൈവത്തോട് നന്ദി പറയുന്നു. 2026 നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഞാൻ പറയുകയാണ്. 26 കടക്കുന്നതിന് മുമ്പ് നമുക്ക് വേറെ സെഷനുകൾ ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ്. May the grace of our Lord Jesus Christ be with you forever and ever and ever. God bless you all. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കും.